പെറ്റതൊക്കെ പെറ്റിട്ടൊരു പ്രകൃതിയാം മാതാവേ, അമ്മതൻ മക്കളെല്ലാം ഒന്നായിരിപ്പൊരു കുടുംബമല്ലയോ മാതൃകുലം. മാതൃകുലത്തിലിരിപ്പവർ നിത്യവും കോട്ടമില്ലാതാചരിപ്പൊരു ധർമ്മം സംരക്ഷിപ്പാനായിരിപ്പൊരു മൂലസ്ഥാനത്തെ നിത്യവും ഞങ്ങൾ സ്മരിക്കുന്നേൻ. കലികാല ദുരിതം തീർക്കാൻ കൈലാസഗിരിയിൽ നിന്നും കേരളക്കരയിൽ വന്നവതരിച്ച ചാത്തൻ കാളിനീലിപുത്രൻ ചണ്ടാളമുത്തപ്പന്റെ തൃക്കാൽക്കൽ വീണു നിത്യം ആവോളം വന്ദിക്കുന്നേൻ. ആവും ഹരി നമ ചണ്ടാളരൂപായ കുലഗുരു ശ്രീപാദുകാം പൂജയാമി. ആദിമുത്ത സമാരംഭാം ചണ്ടാളമുത്ത മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ മുക്തപരമ്പ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. എല്ലാ രാമഭക്തർക്കും ശ്രീരാമഭക്തർക്കും ചണ്ടാള ബാബയുടെ പ്രണാമം. പലരും ഈ ഒരു സന്ദർഭത്തിൽ കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ഒരു സാധനയായിട്ട് കൊണ്ടുപോകുന്ന സമയമാണ്. പ്രത്യേകിച്ച് സന്ധ്യാനേരം ഇപ്പം പല വീടുകളിലും വിളക്ക് വെച്ച് രാമായണം പാരായണം ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ള രാമായണത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിമർശനങ്ങളും വിവാദങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നടക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മെ സംബന്ധിച്ച് സർവദർശന സംഭാവന എന്നൊരാശയമാണ് നമ്മുടെ ആശ്രമം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദർശനങ്ങളോടും ആദരവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് സ്വീകാര്യമല്ലാത്തതെല്ലാം എല്ലാ ദർശനങ്ങളിലും ഉണ്ടായിരിക്കാം. നമ്മുടെ ദർശനത്തിൽ മറ്റുള്ളവർക്ക് സ്വീകാര്യമല്ലാത്തതും ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ആ സ്വീകാര്യമില്ലായ്മ പറഞ്ഞ് മറ്റുള്ളവരെ കുത്തി നോവിക്കരുതേ എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഒരു പറ്റ വിശ്വാസികൾ വളരെ ശ്രേഷ്ഠമായി കാണുന്ന രാമായണത്തെ ഇകഴ്ത്തുക എന്നത് നമ്മുടെ ഒരു ധർമ്മമല്ല. നമുക്ക് രാമായണത്തിൽ എന്താണ് സ്വീകാര്യം, സ്വീകാര്യമല്ലാത്തതല്ല, എന്താണ് സ്വീകാര്യം, ആ സ്വീകാര്യമായതിനെ, ആ നന്മയെ രാമായണ മാസം ആചരിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ആ ഭക്തരുമായി പങ്കുവെക്കാം. ഒപ്പം ആദിമാർഗ സമ്പ്രദായങ്ങളെ പിൻപറ്റുന്ന ആളുകൾക്കും ഈ സർവദർശന സമഭാവന ഉണ്ടായിരിക്കണമെന്ന അർത്ഥത്തിൽ അവർക്കും നമ്മൾ പറയുന്നത് ശ്രവിക്കാം എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മളിവിടെ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. രാമായണം എന്ന കാവ്യം അനേകമുണ്ടെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അനേകമുണ്ട്, കോടിക്കണക്കിനുണ്ട്. 100 കോടിയോ അതിനപ്പുറമൊക്കെയാണ് പറയുന്നത്. അതിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ആ ഭൂമിയിലുള്ളതിൽ നമുക്കൊന്ന് ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ളത് വാത്മീകി രാമായണമാണ്. വാത്മീകി രാമായണം വാത്മീകി എന്ന ഒരു ബ്രാഹ്മണനാൽ രചിക്കപ്പെട്ടതാണ്. ഭൃഗു ഗോത്രത്തിൽ പിറന്ന കൗശികിയുടെയും
അതുപോലെ തന്നെ പേര് നമുക്കിങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. എന്തായാലും ആ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന അദ്ദേഹം സുമതിയുടെയും കൗശികയുടെയും പുത്രനായിട്ട് ഭൃഗുഗോത്രത്തിൽ പിറന്ന അഗ്നിശർമ്മൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ, അദ്ദേഹം പിതാവിൻ്റെ താല്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേദപഠനം ഒന്നും നടത്താൻ തയ്യാറാവാതിരിക്കുകയും കാലക്രമേണ ആ കുടുംബത്തിന് അവിടെ നിൽക്കാൻ പറ്റാതായപ്പോൾ അവർ നേരെ വനത്തിലേക്ക് അവരുടെ താമസം മാറ്റുകയും ഇവരുടെ മാതാപിതാക്കളെയും ഒക്കെ പുലർത്തുന്നതിന് വേണ്ടിയിട്ട് ആ ബ്രാഹ്മണൻ, അഗ്നിശർമ്മൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ പിടിച്ചുപറിയും മോഷണവും തൊഴിലാക്കുകയും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സപ്തഋഷികളെ കണ്ടെത്തുകയും അവരെ ആക്രമിക്കാൻ തുടങ്ങുന്ന നേരത്തെ അവരുടെ ഉപദേശപ്രകാരം സ്വന്തം ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടും താൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ കൂടി അനുഭവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നിങ്ങൾ ചെയ്യുന്ന ഈ പാപകർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം എന്നവർ മറുപടി പറഞ്ഞതിനെ തുടർന്ന് തിരിച്ചറിവുണ്ടാവുകയാണ് അഗ്നിശർമ്മൻ എന്ന ബ്രാഹ്മണന്. അതോടുകൂടി അദ്ദേഹം സപ്തഋഷികളെ ചെന്ന് വീണ്ടും കാണുകയും തൻ്റെ പൂർവാശ്രമത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചതായി പറയുകയും അതിലൊന്നും അർത്ഥമില്ല എന്ന ബോധ്യമുണ്ടായതായി പറയുകയും അതുകൊണ്ട് നേർവഴി ഉപദേശിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് സപ്തഋഷികൾ ഈ അഗ്നിശർമ്മന് താരക മന്ത്രത്തെ ഉപദേശിക്കുകയും അത് രാമമന്ത്രമാണെന്നും അല്ല മര എന്ന മന്ത്രമാണെന്നും ഒക്കെ അർത്ഥം പറയാറുണ്ട്. എന്തായാലും ആ മന്ത്രം ജപിച്ചുകൊണ്ട് 13 വർഷത്തോളം ഒക്കെ ഇരുന്ന്, അല്ലെങ്കിൽ 13,000, അങ്ങനെ ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കുറേ കാലം അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ ഇത് പറഞ്ഞുകൊണ്ട് തപസ്സനുഷ്ഠിക്കുകയും ജപിച്ച് തപസ്സനുഷ്ഠിക്കുകയും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചിതലുകൊണ്ട് മൂടുകയും കാലങ്ങൾക്ക് ശേഷം സപ്തർഷികൾ ആ വഴി സഞ്ചരിക്കുന്ന നേരത്ത് ഈ രാമമന്ത്രം കേട്ടതിൻ്റെ ഭാഗമായിട്ട് ആ ചിതൽപുറ്റ് പൊളിച്ചു മാറ്റി അതിൻ്റെ ഉള്ളിലുള്ള ആ താപസനെ പുറത്തെടുക്കുകയും താപസൻ ഈ സപ്തർഷികളെ വന്ദിക്കുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ശ്രേഷ്ഠനായിരിക്കുന്നു എന്ന ബോധ്യത്തിൽ ആ ഒരു വാത്മീകത്തിൽ നിന്ന് വന്നതുകൊണ്ട് അഗ്നിശർമ്മൻ എന്ന് പറഞ്ഞ ആ മോഷ്ടാവായിരുന്ന ആ വ്യക്തിയുടെ ആ പുനർജന്മം, ദ്വിജത്വം, രണ്ടാമത്തെ ശ്രേഷ്ഠ ജന്മത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ഭാഗമായിട്ട് അപ്പോഴാണ് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ ജന്മം നടക്കുന്നത്. അതിന്റെ ഭാഗമായി അനുഗ്രഹിച്ചുകൊണ്ട് വാത്മീകി എന്ന് നാമകരണം ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് നാരദെന്നും മറ്റൊക്കെ കേട്ടിട്ടൊക്കെ ഈ രാമായണം ഒക്കെ എഴുതുന്നത്. 24,000 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു ആദി രാമായണത്തിൽ നിന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആ രാമായണത്തിന്റെ കഥയും കഥാസന്ദർഭങ്ങളും ഒക്കെയാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ട് പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഥകൾക്ക് എപ്പോഴും കാലഘട്ടത്തിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. ആ കഥയുടെ സാമൂഹിക ചുറ്റുപാട്, രാഷ്ട്രീയ പശ്ചാത്തലം, ഇതെല്ലാം എല്ലാ കഥകൾക്കും ഉണ്ടായിരിക്കും. രാമനോ മുഹമ്മദോ ജോസഫോ ആരായാലും ഇവരൊക്കെ കഥയിലൊക്കെ ഇത് കാണാൻ പറ്റും. ആ കാലദേശത്തിനനുസരിച്ചുള്ള വിഷയങ്ങളായിരിക്കാം, കാലഘട്ടത്തിൻ്റെ ഭാഷയായിരിക്കാം. അതുകൊണ്ട് തന്നെ അത് ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ചുറ്റുപാടുകളെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ആൾക്കൾക്ക് യോജിച്ചതല്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. കാരണം പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ, ഇപ്പം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ ട്രൗസറിനൊന്നും ബട്ടൺസ് ഇല്ലാണ്ട് അതിനെ തിരികിട്ടൊക്കെ പോയിരുന്നു. നമ്മൾ ബാഗ് ഇല്ലാണ്ട് പുസ്തകം കയ്യിൽ പിടിച്ചിട്ടും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ പിടിച്ചിട്ടൊക്കെയാണ് പോയിരുന്നത്. അതേപോലെ ഇന്നും പോകണമെന്നോ അല്ലെങ്കിൽ അന്ന് പോയതാണ് ശരി, അന്ന് പോയത് മോശമാണെന്ന് കൊണ്ടാൽ കുട്ടികളെ ആക്ഷേപിക്കാൻ പറ്റുമോ? സാഹചര്യമാണ്. നോട്ട് പുസ്തകങ്ങളും ഇല്ലാത്ത സന്ദർഭം ഉണ്ടായിരുന്നു, നല്ലൊരു ചെരുപ്പില്ലാത്ത സന്ദർഭം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരിക്കലും അതിനൊരിക്കലും തുലനം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആശയങ്ങളെ കൊണ്ട് ആക്ഷേപിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആക്ഷേപിച്ചാൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങളാവും. അതാദ്യം അക്ഷരങ്ങൾ കൊണ്ടാണെങ്കിൽ പിന്നീട് വാക്കുകൾ കൊണ്ടാകും, പിന്നെ അതെന്തായി പ്രകടനമാകും, അതിനുശേഷം അത് വലിയ സംഘർഷമാകും. അത് നമ്മുടെ രാജ്യത്തിന് ലോകത്തിന് തന്നെ ഭൂഷണമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് രാമായണത്തിൻ്റെ കഥയിലേക്ക് നമ്മൾ പോകുന്നില്ല. അതുപോ അയോധ്യ എന്ന് പറയുന്ന അന്നത്തെ രാജ്യമാണല്ലോ,
ആ രാജ്യത്തെ ദശരഥൻ എന്ന് പറയുന്ന മഹാരാജാവിനും പത്നി കൗസല്യയ്ക്കൊന്നും ഉണ്ടായ രാമൻ എന്ന് പറയുന്ന മകനുമായി ബന്ധപ്പെട്ടൊരു കഥയെക്കുറിച്ച് പറയാനേ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു താന്ത്രികൻ എന്ന അർത്ഥത്തിൽ ആ രാമായണത്തിലൂടെ താരകമന്ത്രം ജപിച്ച, താരകമന്ത്രം എന്ന് പറയുമ്പോൾ താരയോട് ചേർന്നൊരു കകാരം വരുന്നുണ്ട്, തരണം ചെയ്യുന്നതാണ്. എന്തിനെയാണ് തരണം ചെയ്യുന്നത്? ഭൗതികമായ നമ്മുടെ ദുഃഖങ്ങൾക്ക് കാരണമായി എല്ലാത്തിനെയും തരണം ചെയ്ത് പരമമായ ആനന്ദത്തെ പ്രദാനം ചെയ്യാൻ കഴിയുന്നവൻ ആരോ അവനെ കുറിക്കുന്ന മന്ത്രമാണ്. അതുകൊണ്ട് രാമമന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമം ആനന്ദമാണ്. രാമ എന്ന ശബ്ദത്തിന് ആനന്ദം എന്നർത്ഥമുണ്ട്. അപ്പൊ പരമാനന്ദത്തെ നൽകുന്ന ആ രാമനെ കുറിച്ച്, ആ പരമാനന്ദമാകുന്ന രാമനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ രാമനിലേക്കുള്ള അയനമാണ്, ആ രാമനിലേക്കുള്ള യാത്രയാണ്. 84 ലക്ഷം യോനികളിലൂടെ വന്ന് പിറന്നിനി അതിനപ്പുറമുണ്ടെങ്കിൽ അങ്ങനെ കടന്നു വന്ന് ഒരു നരജന്മം കിട്ടിയിട്ട് നമ്മൾ ഏവരും ആ സഞ്ചരിക്കേണ്ടത് ആ രാമനിലേക്കും ആ രാമനോടൊപ്പവുമാണ്. അത് കേവലം കഥയിൽ ഒതുങ്ങിയാൽ അതിൻ്റെ ആ പൂർണ്ണത ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ 7 അകലത്തെത്തില്ല. അതുകൊണ്ട് നമ്മുടെ രാമായണ സന്ദേശം രാമന്റെ കഥയിലല്ല. രാമനും രാമന്റെ ഭാര്യയും സഹോദരനും കാട്ടിലേക്ക് പോയതും അവിടെ രാവണൻ വന്ന് കട്ടുണ്ടയതും അതിനുശേഷം യുദ്ധം ചെയ്തും തിരിച്ചു പിടിച്ചതും പിന്നെയും അതിനെ കാട്ടിലുപേക്ഷിച്ചില്ലേ, മക്കളെ കളഞ്ഞില്ലേ, ചിതയെ ചാടിയില്ലേ, ഭൂമി പിളർന്നില്ലേ, രാമൻ ആത്മഹത്യ ചെയ്തില്ലേ, ഇങ്ങനെ തുടങ്ങുന്ന ആക്ഷേപങ്ങളുടെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നേ ഇല്ല. അതൊക്കെ ഭൗതികതയിൽ രമിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ്. കഥ എപ്പോഴും, ആത്മീയ കഥകൾ എപ്പോഴും അല്പബുദ്ധികൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് എഴുതിയ ആ ഋഷിവര്യന്മാര്, മഹർഷീശ്വരന്മാര്, പണ്ഡിതന്മാരാൽ തന്നെ പറയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആരാണോ കഥയുടെ പുറകെ പോയി ആക്ഷേപിക്കുന്നതും അതിൽ ഭ്രമിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്, അവരവിടെ നിൽക്കട്ടെ. നിത്യേന പാരായണം ചെയ്തുകൊണ്ട്, ഏത് വിശുദ്ധ ഗ്രന്ഥമാണെങ്കിലും നിത്യേന പാരായണം ചെയ്തതുകൊണ്ട് ലോകത്തിനൊരു നന്മയും ഒരു ഗുണവും ഉണ്ടാകുമെന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അതിനെ സഹായിക്കണമെന്ന് പറയുന്ന മുഹമ്മദീയ മതം, ഒരു സമയത്ത് നമ്മൾ ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടി കറിക്കരിയുന്ന സമയത്ത് അശ്രദ്ധ കൊണ്ട് കയ്യിൽ വല്ലാത്തൊരു മുറിവായി. വെള്ളിയാഴ്ച ദിവസമാണ്, മുറിയിൽ നിന്ന് രക്തം വാർന്നൊഴുകുകയാണ്. പെട്ടെന്ന് പള്ളിയിലേക്ക് പോകുന്ന ഒരാളുടെ വണ്ടിയാണ്. ആരാ വണ്ടിയിൽ പള്ളിയിലേക്ക് പോകാൻ നമുക്കറിയില്ല. നമ്മൾ പറഞ്ഞു, അയ്യോ നിർത്തുവോ, ഈ പെൺകുട്ടിക്ക് ഒട്ടും വയ്യ, രക്തം വാർന്ന് ബോധം കിട്ടിയിരിക്കുന്നു, ഒന്ന് തൊട്ടടുത്ത ഹെൽത്ത് സെന്റർ വരെ ഒന്ന് കൊണ്ടുപോകണം. ഇയാൾ പറഞ്ഞു, ഇല്ല പറ്റില്ല, എനിക്ക് പള്ളിയിൽ പോകണം, നിസ്കരിക്കണം. നിരന്തരം നിസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നൊയമ്പെടുക്കുന്നുണ്ട്. ആ മനുഷ്യൻ പറയുകയാണ്, മനുഷ്യന് ഉപകാരം ചെയ്യണമെന്ന് അവരുടെ മതം പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറയുന്നത് എന്താണ്? എനിക്ക് പള്ളിയിൽ പോകണം, അവിടെയാണ് എൻ്റെ കാര്യം നടക്കുന്നത്, അവിടെ പോയിട്ടാണ് പടച്ചവനോട് എന്തെങ്കിലും പറഞ്ഞാലേ കാര്യം നടക്കുള്ളൂ. അതായത് ആ മതം നിത്യേന പ്രാക്ടീസ് ചെയ്തിട്ടും നന്മ അയാളില്ല. അപ്പൊ മതത്തിൽ നന്മ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നില്ല, ആ നന്മ ആ മനുഷ്യനിലേക്ക് എത്തിയിട്ടില്ല. ഇത് പറഞ്ഞ പോലെയാണ് കർക്കിടക മാസത്തിൽ നമ്മുടെ ആ പ്രദേശത്ത് ക്രൈസ്തവരുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാത്തത്. കർക്കിടക മാസത്തിൽ നിത്യേന തൊട്ടടുത്ത ശിവക്ഷേത്രത്തിൽ നിത്യേന എന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിലെ നിത്യേന രാമായണ പാരായണം നടന്നുകൊണ്ടിരിക്കും. നമ്മളെ കുട്ടിക്കാലത്ത് ഇത് കേൾക്കുക ചെയ്യാം. അപ്പൊ അങ്ങനെ കേൾക്കുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീ, ഒരു മുതിർന്ന പ്രായമുള്ളൊരു സ്ത്രീ നിത്യേന രാമായണം വായിക്കാൻ പോകും. രാമായണം വായിക്കും. അവരിങ്ങനെ വായിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ആ രാമായണത്തിന്റെ വാക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ, ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമത്രേ ബുധന്മാരുടെ മതം എന്ന് പറയുന്നുണ്ട്. ഇത് ഹനുമാന്റെ വാക്കാണ്. ലങ്കയിൽ നിന്ന് ലക്ഷ്മണൻ രാമന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ വിഭീഷണൻ രാമന്റെ അടുത്തേക്ക് വരുമ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, ജ്യേഷ്ഠ, ഇയാളെ ഈ അസുരനായിരിക്കുന്ന രാവണന്റെ, രാക്ഷസന്റെ സഹോദരനാണ്, വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഹനുമാൻ പറയുന്നതാണ്, ജാതി നാമവും ഗുണം നിങ്ങൾ നോക്കണ്ട, ആ വഴിക്ക് പോണ്ട, മറിച്ച് അവന്റെ ഗുണത്തെ നോക്കൂ. ജാതിനാമാദികൾ ഗുണഗണം, അവന്റെ ഗുണത്തെ നോക്കൂ, അവന്റെ ഗുണം ശ്രേഷ്ഠമാണ്, അതുകൊണ്ട് അവനെ ചേർത്ത് നിർത്തൂ എന്ന് പറഞ്ഞിട്ട് ജാതിനാമാദികൾ കൊണ്ടല്ല നിരന്തരം
നമ്മൾ കേൾക്കുന്ന സമയത്ത് ഈ വായിക്കുന്ന അമ്മയ്ക്ക് 60 വയസ്സോളം ഉണ്ട്. അവര് കുട്ടിക്കാലത്ത് തുടങ്ങിയതാ. അപ്പൊ ജാതിനാമാദികൾക്കല്ല എന്ന് പറയുന്ന ഈ അമ്മ, ജാതി നമ്മൾ പറയുന്നില്ല, എന്നാലും താഴ്ത്തപ്പെട്ട ജാതിയിൽപ്പെട്ട ആളല്ല. അങ്ങനെയുള്ള ആ വ്യക്തിയുടെ തൊട്ടടുത്ത് കുറച്ച് താഴ്ത്തപ്പെട്ട സമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. അപ്പൊ അവര് കുറച്ച് ഇവരെക്കാൾ പ്രായമുള്ളവർ ചെന്നാൽ ഒരു പേരെടുത്ത് വിളിച്ച് പുറത്ത് നിർത്തിയിട്ട കാര്യങ്ങൾ സംസാരിക്കും. ഒന്ന് അകത്ത് സിറ്റ് ഔട്ടിലേക്ക് പോലും കയറ്റില്ല. അതായത് ജാതിനാമാദികൾക്കല്ല ഗുണഗണ ഭേദമത്രേ എന്ന് പറയുമ്പോൾ ആ ഗുണങ്ങളുള്ള ആളുകളെ പോലും, ഗുരുസ്വാമിമാരായിട്ട് താഴ്ത്തപ്പെട്ട ആളുകളുണ്ടെങ്കിൽ പോലും അവരെ പോലും അകത്തേക്ക് കയറ്റിയിരുന്നില്ല. വായിച്ചിട്ട് എന്ത് പ്രയോജനം, എന്ത് ഗുണം? ഒരു ഗുണമില്ല. വേദപഠനം കഴിഞ്ഞ് നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോയ സന്ദർഭത്തിൽ പോലും നമ്മളെ ജാതീയമായ പല ആക്ഷേപങ്ങൾ കൊണ്ട് ആ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കുന്ന രീതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ നമ്മൾ വെറുതെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ, നമുക്കത് ഖേദമുണ്ടായിട്ട് പറയല്ല. അതായത് ഇത്തരം പാരായണങ്ങൾ കൊണ്ടൊന്നും സമൂഹത്തിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് നിങ്ങൾ ഒരു തവണ വായിച്ചാലോ ഒരു തവണ അതിന്റെ സാരാംശം ഗ്രഹിച്ചാലോ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ട്. അതുകൊണ്ട് അപ്പോൾ മാത്രമേ ഇതുകൊണ്ട് ഗുണമുള്ളൂ. അല്ല എങ്കിൽ അധര വ്യായാമമാണ്. അതായത് പുല്ല് പശു കഴിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഈ പുല്ല് കഴിക്കുന്ന ആ മൃഗങ്ങൾ അത് കഴിച്ചതിന് ശേഷം, കന്നുകാലികൾ അത് കഴിച്ചതിന് ശേഷം വെറുതെ ഇരിക്കുമ്പോൾ വായ ഇളക്കിക്കൊണ്ട് അതിന്റെ അയവിറക്കിക്കൊണ്ട് ദഹന പ്രക്രിയയുടെ ഭാഗമാകുന്നത് പോലെ ഒക്കെയാണ് നിരന്തരം വിശുദ്ധ ഗ്രന്ഥങ്ങൾ ആര് പാരായണം ചെയ്താലും അർത്ഥമറിഞ്ഞ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താതെ, അർത്ഥമറിയാന്ന് പറഞ്ഞാൽ വലിയ അർത്ഥം എന്ന് പറയണ്ട, നന്മ ഉണ്ടായാൽ മതി മനുഷ്യന്. അപ്പൊ അതില്ലെങ്കിൽ ആ അർത്ഥത്തിലേ നമ്മൾ കാണുന്നുള്ളൂ. അതുകൊണ്ടൊരു അത്തരം മാസങ്ങൾ കൊണ്ടൊന്നും ഒരു ഗുണമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അത് ഉള്ളത് കൊണ്ട് കുറച്ചാൾ വായിച്ച് സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെയാണ് ആകുകയാണെങ്കിലോ ആകട്ടെ, എല്ലാ മതസ്ഥരും അങ്ങനെയൊക്കെ ആകട്ടെ, നന്മയുള്ളവരാകട്ടെ. അപ്പൊ ഇവിടെ അറിഞ്ഞോ അറിയാതെങ്കിലും നമ്മൾ ആ രാമമന്ത്രം ജപിക്കുകയാണെങ്കിൽ തന്നെ ശ്രേഷ്ഠാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ താരകമന്ത്രമാണ് തരണം ചെയ്യുന്നത്, നമ്മളെ ദുഃഖത്തിൽ നമ്മളെ തരണം ചെയ്ത് കൊണ്ടുപോകുന്ന മന്ത്രമാണ്, ആനന്ദത്തിലേക്കുള്ള മന്ത്രമാണ് എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ ഒരു പ്രമാണം പറയുകയാണെങ്കിൽ രകാരോച്ചാരണ മാത്രേണ മുഖാനിത്യാദി പാതക, രാമമന്ത്രത്തിലെ രകാരം ഉച്ചരിക്കുന്നതോട് കൂടിയിട്ട് നമ്മളെ മുഖത്ത് നിന്ന് പറയുമ്പോൾ വായിൽ നിന്നാണല്ലോ, വായിൽ നിന്ന് വരുന്ന വാക്കുകളെ കൊണ്ടുള്ള സകല പാപങ്ങളും ഇല്ലാതാകുന്നു എന്നാണ്. രാമമന്ത്രം ജപിക്കുമ്പോൾ രകാരം കൊണ്ട് നമ്മുടെ വായിൽ നിന്ന് അറിയാതൊരു പാപം വന്നിട്ട് ഒരു വാക്കുകൊണ്ട് പാപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചേഷ്ട കൊണ്ടൊരു പാപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രകാരോച്ചാരണം കൊണ്ട് തന്നെ ഇല്ലാതാകുന്നു എന്നാ പറയുന്നത്. പുനഃപ്രവേശ ദീത്യാച മകാരസ്തു കവാടവത് എന്നാണ് അടുത്ത വരി. രാമമന്ത്രത്തിലെ മകാരം ഉച്ചരിക്കുന്നതോട് കൂടിയിട്ട് മുൻപ് നമ്മൾ രകാരോച്ചാരണത്തോടുകൂടി പാപങ്ങൾ ഇല്ലാതാകുന്നു, എന്നാൽ മകാരം കൂടി ചേരുന്നതോട് കൂടിയിട്ട് എന്താണ്, പിന്നീട് ഒരിക്കലും ആ പാപം നമ്മെ ദീക്ഷിക്കാത്ത പോലെ, നമ്മളെ കടന്നു പിടിക്കാത്തതുപോലെ ഒരു കവാടം തീർക്കുന്നു, ഒരു നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി തരുന്നു മകാരം. അപ്പൊ രാമ എന്ന ശബ്ദം കൊണ്ട് പാപങ്ങൾ അകന്നു പോകുന്നു. അതുകൊണ്ട് രാമമന്ത്രം അറിഞ്ഞോ അറിയാതെ വിളിക്കുമ്പോൾ തന്നെ പാപം അകലുന്നു എന്ന് പറയുമ്പോൾ എഴുത്തുകൊണ്ടോ കുത്തുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആക്ഷേപിക്കാനാണെങ്കിൽ പോലും രാമമന്ത്രം ആരെങ്കിലും ജപിക്കുന്നു എങ്കിൽ, ഉച്ചരിക്കുന്നു എങ്കിൽ അവരുടെ പാപങ്ങൾ ഇല്ലാതാകുന്നു. അപ്പൊ നമ്മള് ധർമ്മനിഷ്ഠര് മനസ്സിലാക്കുക, രാമനെ ആരെങ്കിലും ആക്ഷേപിക്കാൻ വേണ്ടിയെങ്കിൽ രാമ എന്നൊരു ശബ്ദം ഉയർത്തുന്നു എങ്കിൽ അവരറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ പോലും അവരിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പണ്ട് പാക്കനാരുടെ കഥ പറഞ്ഞതുപോലെ ഭാര്യയും പാക്കനാരും നടന്നു പോകുന്ന സമയത്ത് തൊട്ടടുത്ത് നമ്പൂതിരിപ്പാട് പാപം ചെയ്തതിന്റെ ഫലമായിട്ട് നരകത്തിൽ പോയി അട്ടകടിച്ച് നരകയാതന അനുഭവിക്കണമെന്നൊരു ഒരു കഥയാണ്, ഒരു കഥയാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് പാക്കനാരും ഭാര്യയും പോകുന്ന സമയത്ത് ഈ നമ്പൂരിപ്പാട് കടന്നു വരുന്ന സമയത്ത് പാക്കനാർ അരുതേ മിണ്ടരുതേ എന്ന് പറയുമ്പോഴത്തിനും പാക്കനാരുടെ ഭാര്യ പറഞ്ഞു അത്രേ, ഇതാ മകളെ ബപ്പാട്ടിയായി വെച്ചിരിക്കുന്ന ബ്രാഹ്മണൻ കടന്നു വരുന്നു എന്നുള്ളത്. അതോടുകൂടി പാക്കനാര് പറഞ്ഞു ആ അട്ട നിനക്കിരിക്കട്ടെ എന്ന്. അവസാനത്തെ അട്ടയെ ഉണ്ടായിരുന്നുള്ളൂ. മകള് അച്ഛന്റെ പാപങ്ങൾ തീരാൻ വേണ്ടി ബ്രാഹ്മണന്റെ മകള് പറഞ്ഞു അത്രേ, അച്ഛനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ, ആളുകൾ കുറ്റം പറഞ്ഞാൽ അച്ഛന്റെ അട്ടകൾ തീരുമെന്നാണെങ്കിൽ
ഞാനൊരു ഉപായം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മകള് അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുമ്പോൾ വെച്ചോറുണ്ടാക്കുക, ഭക്ഷണം വെക്കുക, അലക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ ആളുകൾ പുറത്തുള്ളവരൊക്കെ ഓരോരോ ഗോസിപ്പ് പറയാൻ തുടങ്ങി. മകളാണ് അച്ഛൻ്റെ എല്ലാ കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് അവസാനം എന്തായി? അമ്മയുടെ എല്ലാ കാര്യങ്ങളും മകളാ ചെയ്യുന്നതെന്നുള്ള മോശമായിട്ടുള്ള, ഇപ്പൊ നമ്മൾ ഈ രാമായണത്തേക്ക് ഇത്ര ചിത്രീകരിക്കുന്ന പോലെ പറഞ്ഞു എന്താ പറയണെന്ന് പറഞ്ഞവർക്ക് പോലും അറിയാത്ത പോലെ എന്നിട്ട് മോശമായി പറയാൻ തുടങ്ങി. ആ പറഞ്ഞ് പലരും കുറ്റം പറഞ്ഞപ്പോ എന്താ ഉണ്ടായത്? നമ്പൂതിരിപ്പാടിന്റെ നരകത്തിലെ അട്ടകൾ ഓരോന്നായിട്ടില്ലാണ്ട് അവസാനത്തെ അട്ട നിൽക്കുക. അപ്പോഴാണ് പാക്കനാരുടെ ഭാര്യ പറയുന്നേ, മകളെ വെച്ചുകൊണ്ടിരിക്കുന്ന ആള് വരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ആ അട്ടയും പോയി. അത് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ രാമമന്ത്രം ജപിക്കുന്നതോടുകൂടി, രാമനാമം ഉച്ചരിക്കുന്നതോടുകൂടി, എഴുതുന്നതോടുകൂടി സകലരുടെയും പാപങ്ങള് ഇല്ലാണ്ടാകുക. പറഞ്ഞോ അറിയാതെ അവരുടെയൊക്കെ പാപങ്ങൾ ഇല്ലാണ്ടാകാൻ രാമനൊരു കാരണമാകുന്നു എങ്കിൽ നമ്മൾ എന്തിനവരെ ദുഷിക്കണം? എന്തിനവരെ കല്ലെറിയണം? പാപങ്ങൾ ഇല്ലാണ്ടാകട്ടെ. അതിപ്പോ മൗദൂദികളാണെങ്കിലും ക്ഷമായത്തിക്കാരാണെങ്കിലും അവരുടെ പത്രങ്ങളിലൂടെ, അവരുടെ മാധ്യമങ്ങളുടെ നിരന്തരം എന്തെങ്കിലും അധാർമികമായിട്ട് ലോകോപദ്രവം കരുതിയിട്ട് മൗദൂദികമായിരിക്കുന്ന ആ ഒരു ആശയത്തെ പ്രചരിപ്പിക്കുന്നു എങ്കിൽ, ലോകത്തിൽ ഭീകരവാദത്തെ പ്രചരിപ്പിക്കുന്നു എങ്കിൽ, അതിന്റെ പാപം ഏൽക്കുന്നു എങ്കിൽ ആ പാപം ഈ ഒരു കർക്കിടകത്തോടു കൂടി ഇല്ലാതാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അവരുണ്ടാക്കിയെടുക്കും, അത് അവരിതുപോലെ തന്നെ ഇല്ലാണ്ടായിക്കോളൂ. അതുകൊണ്ട് അങ്ങനെയൊക്കെ പലതും നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. അതുകൊണ്ട് രാമമന്ത്രം കൊണ്ട് അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അറിഞ്ഞോ അറിയാതെയൊക്കെ അത് ഉണ്ടാവട്ടെ. അപ്പൊ അങ്ങനെയുള്ള രാമൻ, അതുകൊണ്ടാ പറയുന്നത് രാമന്റെ കഥയല്ല, രാമമന്ത്രത്തിന്റെയും രാമതത്വത്തിന്റെയും മഹത്വത്തെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മളപ്പോ രാമമന്ത്രത്തിന്റെ ഉച്ചാരണം കൊണ്ടുള്ള ഗുണം പറഞ്ഞു ഇല്ലേ? ഇനി അല്ലാതെ എന്താണ് ഈ രകാരവും മകാരവും? രാമ, ഇവിടെ നമ്മൾ ഈ രാമ എന്ന ശബ്ദം രകാരം അഗ്നിബീജവും മകാരം ശിവബീജവും ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. മകാരം ശിവതത്വമായിട്ടൊക്കെ എടുക്കാം. രകാര അഗ്നിതത്വമാണ്. രാമമന്ത്രം ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ മൂലാധാരസ്ഥിതം, നമ്മുടെ ആദിഭാഷയിൽ പറഞ്ഞ, ആദി സമ്പ്രദായത്തിൽ പറഞ്ഞ പുലാധാരസ്ഥിതമായിരിക്കുന്ന മകാരം, അല്ലെങ്കിൽ ആ പുലാധാരത്തിൽ നിന്ന് ആ ജീവശക്തി, കുണ്ടലിനി ശക്തി, അത് നേരെ രകാരമാണ് അഗ്നിമണ്ഡലത്തിൽ. അപ്പോ സ്വാഭാവികമായിട്ട് രകാരം കുണ്ടലിനി ശക്തിയായിക്കൊണ്ട് അത് നേരെ മുകളിലേക്ക് ഉയരുന്നു. എന്നിട്ടോ അത് നേരെ നമ്മുടെ ഉച്ചിയിൽ സഹസ്രദള പത്മത്തിൽ എത്തിയിട്ട് അത് ഇടാനാഴി വഴി, അപ്പൊ രകാരം പിങ്കളാനാടി വഴി ഉയരുമ്പോൾ നേരെ രകാരം പിങ്കളയിലൂടെ ഉയർന്ന് മകാരം ഇടാനാടിയിലൂടെ അത് പുറത്തേക്ക് ഒഴുകുന്നു, അമൃതധാരയായി പുറത്തേക്ക് ഒഴുകുന്നു. അപ്പോ പ്രാണായാമം എന്ന് പറയുന്ന ഗുപ്ത പദ്ധതിയെ നമ്മൾ ഹഠ യോഗ എന്ന് പറയും. ഈ ഹഠ എന്ന് പറയുന്നതും രാമ എന്ന് പറയുന്നതും അർത്ഥത്തിൽ ഒരുപോലെ എടുക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മുടേതായിരിക്കുന്ന യോഗ പദ്ധതിയെ, പ്രാണായാമ യോഗ പദ്ധതിയെ, കുണ്ടലിനി ഉദ്ദീപനത്തെ, സഹസ്രാര പത്മത്തിൽ സാക്ഷാൽ പരമേശ്വരി മേളനത്തെയൊക്കെ കുറിച്ച് കൂടിയാണ് രാമശബ്ദം. അതിനോട് റിലേറ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ പറയാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാമന്റെ സഞ്ചാരം, രാമന്റെ യാത്രയാണ് രാമായണം. നമുക്കറിയാം, ചുറ്റും ഇപ്പൊ നമുക്ക് ഇരുണ്ടുകൂടിയ അന്തരീക്ഷമാണ് നമ്മുടെ സംസ്ഥാനത്തൊക്കെ പലയിടത്തും ഇല്ലേ? കർക്കിടക മാസം ആയിക്കഴിഞ്ഞാൽ ഒരു മഴക്കാലമാണ്. നമ്മൾ സാധാരണ ഭാഷയിൽ ഒരു ചീഞ്ഞ മഴ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഒരു ചീഞ്ഞ മഴയാണ് എന്ന് പറയും. അങ്ങനെ ആ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതുവരെ ഉണ്ടായിരുന്ന ആ പ്രകാശപൂരിതമായിരിക്കുന്ന അന്തരീക്ഷം മാറിയിരിക്കുന്നു, ഇരുണ്ടിരിക്കുന്നു. പ്രകൃതി ഇരുണ്ടാണ് നമുക്ക് കാണുന്നത്. ഇനി നല്ലൊരു വെളിച്ചം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? കുറച്ച് സമയം കഴിയണം. അതായത് പ്രകൃതി ദക്ഷിണായനത്തിലൂടെയാണ് ഇനി സഞ്ചരിക്കുന്നത്. ആ ദക്ഷിണായനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകൃതിയാകുന്ന ശരീരം, ആ ശരീരം നേരെ പുലാധാരത്തിന് ഉയരാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പൊ സീത എവിടെയാ? സീത ലങ്കയില. ആ പുലാധാരത്തിലാണ്. പുലാധാരത്തിൽ നിന്നും കടന്നുപോയി പാതാളത്തിലേക്കോ കൊണ്ടുപോയി ഒളിപ്പിച്ചു. ഇനി അതിനെ വീണ്ടെടുക്കണം. വീണ്ടെടുക്കുന്ന ആരാണ്?
ആ ശ്രീരാമചന്ദ്രൻ സൂര്യഭഗവാനാണ്, അല്ല അച്ഛൻ ഉദിഭഗവാനാണ്. അപ്പൊ അത് ഉത്തരായനത്തിൽ മകരം ഒന്നിന് നമുക്കറിയാല്ലേ, മലമുകളിൽ വിളക്ക് തെളിയിച്ചുകൊണ്ട് നമ്മൾ ഉത്തരായനത്തെ വരവേൽക്കുന്നു. ഉത്തരായനത്തെ വരവേൽക്കുന്നു. അപ്പൊ മകരവിളക്ക് എന്തിനാ തെളിയിക്കുന്നത്? നമ്മള് മകരവിളക്ക് തെളിയിക്കുന്നത് ശബരി ഇരുന്ന ശബരിമലയിലാണല്ലോ, അല്ലേ? എന്തിനാ മകരവിളക്ക് തെളിയിക്കുന്നേ? അവിടെ ആ ഒരു പ്രകൃതിയുടെ ആ ഒരു കുണ്ടലിനി ജീവശക്തിയെ, സാക്ഷാൽ പരമേശ്വരിയെ പരമേശ്വരനുമായി മേളിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രകാശപൂരിതമായ അന്തരീക്ഷം, നേരത്തെ പറഞ്ഞ മകാരത്തിൻ്റെതായിരിക്കുന്ന അമൃതധാര, ആനന്ദത്തിന്റെ അമൃതധാര, പ്രകൃതിയുടെ ആനന്ദത്തിന്റെ അമൃതധാര, പ്രകൃതി ഉണർന്നു, രാമൻ സീതയെ വീണ്ടെടുത്തു. അപ്പൊ നമ്മളുടെ ഈ ഒരു കാലാവസ്ഥയ്ക്കുമായി പൂർണ്ണതയിലേക്ക് വന്ന് ഉത്തരായണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദക്ഷിണായനം ഉത്തരായനം തമ്മിലുള്ള ആ മേളനത്തിന്റെ അവസ്ഥ, ആ പരിപൂർണത, അത് പ്രകൃതിയിൽ നടക്കുന്നതാ. ഇതൊരു രാമായണാണ്, രാമന്റെ അയനമാണ്. പരാശക്തിയും മഹേശ്വരനും രകാര മഹാരാദികളുടെ മേളനം പ്രകൃതിയിൽ നടക്കുന്നു. ഇതുപോലെ മനുഷ്യ ശരീരത്തിൽ നമുക്കറിയാം, രാമായണാണെങ്കിലും 7 കാണ്ഡങ്ങളും ഒക്കെ ഉള്ളതിന് കാരണം ഒക്കെ ആധാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ കർക്കിടകം തൊട്ട് മകരം വരെ എണ്ണുമ്പോഴും 7 മാസം കാണാൻ പറ്റൂലേ? ധനു 6, 7 മകരം. അപ്പോൾ ഓരോ ആധാരങ്ങൾ തന്നെയാണ്. പ്രകൃതിയുടെയും പുരുഷന്റെയും 6 ആധാരങ്ങൾ, ഷഡാധാരങ്ങൾ 6, 6, 12 പൂർണ്ണത, പ്രകൃതിയുടെ പൂർണ്ണത. ഒരു വർഷം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സാധാരണ ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുണ്ടാവില്ല. അതുകൊണ്ടാണ് കഥ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കഥ വെച്ച് കഥാപാത്രങ്ങളെ വെച്ചിരിക്കുന്നത്. നമുക്കിത് മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടാണ്. മനസ്സിലാകുന്നവർക്കിത് മനസ്സിലാവും. ഇത് മനസ്സിലാകാത്തവരോ കഥയിലെ പോരായ്മകൾ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ആക്ഷേപിച്ചുകൊണ്ടിരിക്കും. അവർക്കിത് മനസ്സിലാവണില്ല. അതുകൊണ്ടാണ് അക്ഷരപാണ്ഡിത്യം ഉണ്ടാകാം, ഭാഷാപാണ്ഡിത്യം ഉണ്ടാകാം. എന്നാൽ ദർശന പാണ്ഡിത്യം ഉണ്ടാകണമെങ്കിൽ ദർശനത്തിന് ഗുരുപരമ്പരയിലൂടെ സഞ്ചരിക്കണം. അപ്പോഴേ ദർശനത്തിന്റെ മഹത്വം മനസ്സിലാവുള്ളൂ. ആ ദർശന മഹത്വത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അതിന്റെ ആത്മീയ വശത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആത്മീയ വശം മനസ്സിലാക്കാത്തവന് പണ്ടാരോ പറഞ്ഞ പോലെ രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ രാമനിക്ക് എപ്പടി സീത എന്ന് ചോദിക്കും. അത് ചോദിച്ചില്ലെങ്കിലേ ഉള്ളൂ. അപ്പൊ അവരത് ചോദിക്കട്ടെ. ഇത് പറഞ്ഞ പോലെ രാമായണത്തിൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുക, ആ രാമന്റെ ആ സഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുമ്പോൾ തന്നെ പറയാ, രാമൻ, സീത, ലക്ഷ്മണൻ ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ടാ പറയാ. ഈ രാമൻ എന്ന് പറയുന്നത് രാമനാകുന്നത് സാക്ഷാൽ പരാൽപരൻ എന്നൊക്കെ അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രാമൻ എന്ന് പറയുന്നത് നമ്മളും പറഞ്ഞ ആനന്ദമാണെന്ന് പറയണ്ടായി. അപ്പോ ആ ആനന്ദം എന്താണ്? ആനന്ദം ബ്രഹ്മണോവഭു, ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് ആനന്ദം, അല്ലെങ്കിൽ ആനന്ദം തന്നെയാണ് ബ്രഹ്മം. അപ്പൊ പരമമായ സത്യമെന്തോ, തത്വമെന്തോ, അതാണ് രാമൻ. അപ്പൊ മുന്നിലുള്ളത്, നമുക്ക് മുന്നിലുള്ളത്, യഥാർത്ഥത്തിൽ ഏറ്റവും മുന്നിലുള്ളത് എന്താണ്? ആനന്ദമായിരിക്കുന്ന പരമേശ്വര തത്വമാണ്. ആ പരമേശ്വര തത്വം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. മനുഷ്യരായി നമുക്ക് ആർക്കും അറിയാൻ പറ്റുന്നില്ല. സാധാരണ എല്ലാവരും ഈ സംസാര സാഗരത്തിൽ കിടന്ന് ഉഴലാണ്, ദുഃഖത്തിലാണ് എല്ലാവരും. അതിന് കാരണം എന്താ? നമുക്ക് ആനന്ദം കാണാൻ പറ്റുന്നില്ല. എന്താ കാണാൻ പറ്റുന്നതിന് കാരണം? രാമന് തൊട്ടുപുറകിൽ ആരാ നിൽക്കണേ? സീതയാണ്. സീത എന്താണ്? സീത പ്രകൃതിയാണ്, മായയാണ്, ശക്തി സ്വരൂപിണിയാണ്. സീത എന്നുള്ളത് ഈ നഖത്തിൻ്റെതായിട്ടും അതുപോലെ തന്നെ ഈ മണ്ണിനൊക്കെ ആയിട്ടൊക്കെ പറയാറുണ്ട്. പുലതത്വം കൂടിയാണ്, പൃഥ്വിതത്വം. അപ്പൊ ശരീരമെന്ന ആ ബോധത്തിലുണ്ടാകുന്ന ഭ്രമം, മായ, ഈ മായ പ്രകൃതിയുടെ മായയാണ്. മായ കൊണ്ട്, ആ മൂടുപടം കൊണ്ട്, പ്രകൃതിയുടെ മായ കൊണ്ട് സാക്ഷാൽ പരമേശ്വര തത്വത്തെ മറച്ചിരിക്കുന്നു. ആരുടെ മുല്ല മറച്ചിരിക്കുന്നേ? സീതയ്ക്ക് ശേഷം ആരാ നടന്നു പോകുന്നേ? ലക്ഷ്മണനാകരാ. നമ്മൾ ഓരോ മനുഷ്യരുമാണ് ആ ലക്ഷ്മണൻ. ആ ലക്ഷ്മണൻ ഓരോ മനുഷ്യന്മാരാകുന്ന നമുക്ക് എന്തുകൊണ്ട് ദുഃഖത്തെ അറിയുന്നു? എന്തുകൊണ്ട് സത്യത്തെ കാണാൻ കഴിയുന്നില്ല? നാം മുന്നിലുള്ള മായയിലാണ്. ഈ മായ, ഈ മുന്നിൽ നിൽക്കുന്ന സീതാദേവി ഒന്ന് മാറിയാലേ ഈ ജീവാംശത്തിന്
ആ പരമമായ തത്വത്തെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ആനന്ദം അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ സീത ഒന്ന് മാറണം. സീത മാറാൻ രാവണൻ വന്ന് കട്ടുകൊണ്ടിട്ട് കാര്യമില്ല. എന്തെങ്കിലും തക്കടതിരിക്കടെ പരിപാടി വേണ്ടേ? എനിക്ക് ബ്രഹ്മം അറിയാം, എനിക്ക് അള്ളാനെ അറിയാം, എനിക്ക് യഹോവയെ അറിയാം, എനിക്ക് ബോധോദയുണ്ടായി, ഞങ്ങളൊക്കെ ബുദ്ധന്മാരാണെന്നും വേണ്ടെന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ യുക്തിവാദികളാണെന്നും വേണ്ട കാര്യമൊന്നുമില്ല. പൂർണ്ണമായ ബോധ്യം ഉണ്ടാകണം. അനുഭവതലത്തിലെ ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യം ഉണ്ടായാലോ ഒരാളെയും പിന്നൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കാൻ പോവില്ല. ആ ബോധോദയം ഉണ്ടാവണം. ആ ബോധത്തിന് തക്കിടരിയുടെ പരിപാടിയൊന്നുമില്ല. ആ പ്രകൃതി തന്നെ അനുഗ്രഹിക്കണം. ഇല്ലെങ്കിലോ പ്രകൃതി തന്നെ പറയും, ആ രാമനെ ഒഴിവാക്കിയിട്ട് നിനക്ക് എന്നെ സ്വന്തമാക്കാനാണില്ലേ എന്നൊക്കെ പ്രകൃതി തന്നെ ചോദിക്കും. അപ്പോ അതുകൊണ്ട് ആ പ്രകൃതിയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, പരാശക്തിയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ആ പരമമായ തത്വത്തെ അറിഞ്ഞ ആനന്ദത്തെ അനുഭവിക്കാൻ ഓരോ ജീവാത്മാവ് കൂടിയുള്ള ശരീരത്തിനും പറ്റുകയുള്ളൂ. അതുകൂടി ഈ രാമായണത്തിന്റെ രാമന്റെ അയനം സഞ്ചാരം നമ്മളോട് പറയുകയാണ്. അപ്പൊ ഓരോ ജീവനും ഈ ഒരു സമയത്ത് അറിയ എന്താണ്? നമുക്ക് പരമമായ സത്യത്തെയാണ് അറിയേണ്ടത്, തത്വത്തെയാണ് അറിയേണ്ടത്. കേവലം ഗ്രന്ഥപാരായണം മാത്രമല്ല ലക്ഷ്യം, തത്വത്തെ അറിയലാണ്, തത്വം അനുഭവിക്കണം. അനുഭവിക്കുകയാണ്. അതിനെന്ത് വേണം? പരാശക്തി കനിയണം. അതിനോ പരാശക്തിയെ കുടുംബത്തിൽ കുലദേവതയായിട്ടാണ് ആരാധിക്കുന്നത്. കാളിയായിട്ടും നീലിയായിട്ടും താരയായും ഭുവനേശ്വരി ആയിട്ടൊക്കെ അഗ്നിസ്വരൂപമായിട്ടൊക്കെ സ്വാഹാന്തമായിട്ട് ഉച്ചരിച്ചുകൊണ്ട് ആഹൂതി സമർപ്പിക്കുന്ന ഇല്ലങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും. അങ്ങനെ ഏതേത് വിധത്തിലാണോ നമ്മുടെ തറവാട്ടിൽ കുല ആരാധന നടക്കുന്നത്, ആ കുല ആരാധനയോടുകൂടി അതിലൊരു തരത്തിലും പരധർമ്മത്തെ സ്വീകരിക്കുക, സ്വധർമ്മത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുക. സ്വധർമ്മം സ്വനിഷ്ഠ എന്തോ, സ്വന്തം പാരമ്പര്യ നിഷ്ഠ എന്തോ അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രകൃതിയാകുന്ന മായയാകുന്ന പരമേശ്വരി നമ്മെ അനുഗ്രഹിക്കുകയും നമുക്ക് ആ പരമേശ്വര തത്വം രാമതത്വത്തെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയും നമുക്ക് രാമതത്വം അനുഭവിക്കാൻ പറ്റും, ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റും. അപ്പൊ ആത്മാനന്ദ രാമന്മാരാവുന്നു. അപ്പൊ അതിന് കുലദേവതോപാസന ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. രാമായണം പാരായണം ചെയ്തവർക്ക് ചെയ്യാം, പക്ഷെ പാരായണം കൊണ്ടൊന്നും നേടാനില്ല. ഇനിയിപ്പോ കുലദേവത എന്നുകൊണ്ട് കുലദേവതയ്ക്ക് നിങ്ങൾ പപ്പടം പരിപ്പും പായസവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷ വസ്തുക്കളോ മദ്യോ മത്സ്യ മാംസോ വെച്ചു എന്നുള്ളത് കൊണ്ടും ഒരിക്കലും തന്നെ അതിന് പൂർണ്ണതയല്ല. അവിടെ അതിനെ അറിഞ്ഞു ചെയ്യൂ. നിങ്ങൾ ചെയ്യുന്ന കർമ്മമോ നിങ്ങൾ ചൊല്ലുന്ന വായുടെ വ്യായാമമോ അല്ല നിങ്ങളെ നയിക്കുന്നത്. നിങ്ങളുടെ പൂർണ്ണമായ ബോധ്യത്തിനുള്ള സമർപ്പണം ത്യാഗവും എപ്പോഴുണ്ടാകുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് ബോധ്യമാവും. അപ്പൊ പരാശക്തി നിങ്ങളെ മുന്നിലേക്ക് നയിക്കും. അതുകൊണ്ട് ആ ഒരു പരാശക്തി തൃപ്തിപ്പെടുമ്പോൾ നമുക്കിത് അറിയാൻ പറ്റും. ഇത് അറിയണം. രാമായണത്തിൽ തന്നെ ഭരതൻ, രാമസഹോദരനായ ഭരതൻ രാമനെ കാട്ടിൽ പോയി സന്ദർശിക്കുന്നുണ്ട്. ദശരഥന്റെ മരണശേഷമാണ് പോകുന്നത്. രാമൻ കരയുന്നൊക്കെ അധ്യാത്മരാമായണത്തിലൊക്കെ നമ്മളെല്ലാവരും ഇപ്പോൾ ഏകദേശമൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഭരതൻ പോയിട്ട് എന്നോട് കാര്യങ്ങൾ, ദശരഥൻ മരിച്ചെന്ന് പറയും. എന്താണ് ദശരഥൻ? അയോധ്യയിലെ രാജാവാണ്. എന്താണ് അയോധ്യ? അയോധ്യയിലാണല്ലോ രാമൻ ജനിച്ചത്. അയോധ്യയുടെ പ്രത്യേകത എന്താ? അയോധ്യ യുദ്ധമില്ലാത്ത ഇടമാണ്, യുദ്ധമില്ലാത്ത രാജ്യമാണ്. എവിടെയാണ് യുദ്ധമില്ലാത്തത്? എവിടെയാണോ പരമമായ ആനന്ദമുള്ളത് അവിടെ യുദ്ധമില്ല. എവിടെയാണ് ആനന്ദം ഉണ്ടാകേണ്ടത്? ശരീരത്തിന്റെ ഈ കണ്ണിന്റെ ഈ ഭാഗം തൊട്ട് ഇങ്ങോട്ട് താഴോട്ട് ആനന്ദമല്ല, അതിനൊക്കെ സുഖന്നാ പറയാ. അതിനൊക്കെ സുഖന്നേ പറയുള്ളൂ. ഇവിടുന്നുള്ളപ്പോൾ സംസാരിച്ചാലും മണത്താലും കണ്ടാലും കേട്ടാലും ഭുജിച്ചാലും ഭോഗിച്ചാലും ഒക്കെ ഉണ്ടാകുന്നത് സുഖന്നാ പറയാ. സാധാരണ ആനന്ദമായി എന്നാലും പോണാലും കേട്ടോ സുഖമായി എന്നേ പറയുള്ളൂ. ഭക്ഷണം കഴിച്ചാലും സുഖമായി എന്നാ പറയാ. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ആനന്ദം, അനുഭൂതിയൊക്കെ ഇവിടെയാണ്. എക്സ്റ്റസിയൊക്കെ അനുഭവിക്കണമെങ്കിൽ ഇവിടെയാണ് ശരിക്കും. അല്ലെങ്കിൽ എന്ത് സുഖമല്ല അനുഭവിച്ചു എന്ന് പറഞ്ഞത് ഇവിടം കൊണ്ടാണ്. അപ്പൊ യുദ്ധമില്ലാത്ത അവസ്ഥ ഇവിടുന്ന് ഇങ്ങോട്ടല്ല. ഇവിടെയൊക്കെ യുദ്ധമുണ്ട്, സംഘർഷങ്ങളുണ്ട് അല്ലേ? വല്ലും പല്ലും കടിക്കണു, കുത്തണു, പറണു, മറ്റുള്ളവർ അങ്ങനെ പലത് എന്തൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെയല്ല. അവിടെ യുദ്ധമില്ല, അവിടെ സംഘർഷങ്ങളില്ലാത്തൊരവസ്ഥയുണ്ട്, ആനന്ദാവസ്ഥയുണ്ട്. ആ ആനന്ദാവസ്ഥ എവിടെയുണ്ടോ ഇവിടെയുണ്ട്. അപ്പൊ അത് ആ ബ്രഹ്മലോകം, പരമേശ്വര ലോകം എന്നൊക്കെ പറയാം നമുക്ക്. മലവാര സമ്പ്രദായത്തെ സംബന്ധിച്ച് അതാണ് മലവാരം. വാരമാണെങ്കിൽ മല, രണ്ടും മലവാരം. കരിമല മുകളിൽ, നീലിമല മുകളിൽ, ശബരി സന്നിധി ഒക്കെ പാണത് ഒക്കെ ഇവിടെയാണ്. പൊന്നമ്പല വേട്. അപ്പോ അവിടെയാണ് രാമൻ ജനിക്കുന്നത്. അപ്പൊ അവിടെയാണ് എന്താണ് ആനന്ദം ഉണ്ടാകുന്നത്. അവിടെ നിന്നാണ് ആനന്ദം ഉണ്ടാകുന്നത്.
അത് നീല നിറത്തില രാമനെ നമ്മൾ പലപ്പോഴും കാണുന്ന നീല. പൂർണ്ണവിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യ പ്രകാശമാണ്. പ്രകാശത്തിന്റെ സിമ്പലാണ്. എപ്പോഴും പ്രകാശമായിട്ടാണ് നമ്മൾ അഗ്നിയെ കാണിക്കുക. അഗ്നിയിൽ തന്നെ ശുദ്ധാഗ്നിയുടെ നിറം നീലയാണ്. അപ്പോ ആ നീല, അതുകൊണ്ടാണ് ഇവിടെ രാമൻ നീലയാകുന്നത്. കറുത്ത എന്നൊക്കെ പറഞ്ഞ നീല എന്നൊക്കെ പറഞ്ഞ അതുകൊണ്ടാണ്. ആ ശുദ്ധാഗ്നി ശുദ്ധജ്ഞാനമാണ്. അതിവിടെ ഉണ്ടാവണം, ശുദ്ധജ്ഞാനം. അവിടെ കരിനീലി, നമ്മളിപ്പോ കരിനീലി എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകളൊക്കെ ദുർമൂർത്തി എന്നൊക്കെ പറഞ്ഞൊരു ഇന്നും ഉണ്ട്. മൂഢത, അല്ലാണ്ട് എന്താ പറയാ, ശുദ്ധജ്ഞാനമാണ്. അപ്പൊ അതുകൊണ്ട് യുദ്ധമില്ലാത്തിടത്താണ് രാമന്റെ ജയൻ. അതാണ് അയോധ്യയിലെ യുവരാജാവ് രാമൻ, യുദ്ധമില്ലാത്ത രാമൻ. ആ അയോധ്യയിലെ രാജാവ് ആരായിരുന്നു? ദശരഥനായിരുന്നു ഇല്ലേ? ഇതിനെ മുന്നോട്ട് കൊണ്ടുകൊണ്ടാരാ? അയോധ്യയെ, ഈ യുദ്ധമില്ലാത്ത ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുകൊണ്ടാരാ? ദശരഥനാണ്. ദശരഥൻ 10 രഥൻ അല്ലേ? 10 എന്താണ്? ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളോടും കൂടിയ ശരീരമാണ് 10 ജ്ഞാനേന്ദ്രിയം, 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, അങ്ങനെ 5 5 10. ഈ 10 ഇന്ദ്രിയങ്ങളോട് കൂടിയതാണ് ഈ ശരീരം. ആ ശരീരമാണ് ഇതിനെ കൊണ്ടുനടക്കുന്നത്. ഈ ശരീരബോധമുള്ളിടത്തോളം സമയം നമുക്ക് ശരീരത്തിൽ ഭ്രമമുണ്ടാവും, ശാരീരിക വിഷയത്തിൽ ഭ്രമമുണ്ടാവും. ജാതിയുടെ ആവാം, മതത്തിന്റെ ആവാം, ലിംഗത്തിന്റെ ആവാം, ജോലിയുടെ ആവാം, പല രീതിയിൽ നമുക്ക് വിദ്വേഷങ്ങളും വെറുപ്പ് പോരായ്മകൾ എല്ലാം തന്നെ നമുക്കുണ്ടാകാം. എന്താണ്? ഇതിനെ ചുറ്റിയിട്ടാണ്. എപ്പോൾ ഈ പറയുന്ന ശരീരത്തിലെ ഭ്രമം അവസാനിക്കുന്നു, ആ ശരീരത്തിലെ ഭ്രമം അവസാനിക്കുമ്പോൾ എന്തായി? ഇന്ദ്രിയങ്ങളെ കുറിച്ചുള്ള ബോധം ഇല്ലാണ്ടായി, ഇന്ദ്രിയ ചിന്ത ഇല്ലാണ്ടായാലോ നമ്മുടെ ദശരഥൻ മരിച്ചു എന്ന് പറയാം. അത് മരിക്കുമ്പോഴാണ് പിന്നെ ഇവിടേക്ക് ആൾക്കാർ തിരിയുള്ളൂ. നേരത്തെ നമ്മൾ വാത്മീകിയുടെ കഥ പറഞ്ഞ പോലെ. അപ്പൊ ആ ശരീരബോധം, ആ ഇന്ദ്രിയങ്ങളൊക്കെ കേവലമാണെന്ന ബോധ്യമുണ്ടായി. അല്ലയോ ഗുരോ എന്നൊരു ശിഷ്യൻ എപ്രകാരമാണ് ഒരു ഗുരുവിനെ കണ്ട് പറഞ്ഞ് ദീക്ഷ എടുക്കുന്നത്? ആ ദീക്ഷാസന്ദർഭമാണ് രാമായണത്തിൽ ഭരതൻ രാമൻ എന്ന് പറയുന്ന സഹോദരനെ കണ്ടുകൊണ്ട് പറയുന്നത്. ദശരഥൻ മരിച്ചു, രാജ്യം അന്യാധീനപ്പെട്ട അവസ്ഥയാണ്. ജ്യേഷ്ഠം വേണം, അതായത് ഗുരു. നമ്മൾ സാധാരണ പറയും, ഗുരു എനിക്ക് അറിവൊന്നുമില്ല, അങ്ങ് വന്നിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന ചില ആൾക്കാർ പറയും. അവിടെയാണ് രാമൻ യഥാർത്ഥ ഗുരുവാകുന്നത്. ഭാരതീയ ഗുരുതത്വം അവിടെയാണ്. എന്താണ്? ഞാൻ മാത്രമല്ല ഗുരു, നീയും ഗുരുവാണ്. നിനക്കതറിയില്ല എന്നേ ഉള്ളൂ, എനിക്കതറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഗുരു ഞാനല്ല, എല്ലാവരുടെയും ഗുരുവാകാൻ എനിക്കാകുകയുമില്ല. അതുകൊണ്ട് നീ ഗുരുവാകുക, നിനക്കാകുന്നവരെയൊക്കെ ഗുരുവാക്കുക. പണ്ട് നമ്മൾ ഇംഗ്ലീഷ് കഥ കുട്ടിക്കാലത്ത് 7ാം ക്ലാസ്സിലൂടെ പഠിച്ചതാണ്. തൊടുന്നതെല്ലാം സ്വർണമാകുന്ന ഒരു വരം വാങ്ങിയ ഒരു രാജാവിന്റെ കഥ. അത് പിന്നെ വിനയായി മാറി. എന്നാൽ വിനയല്ലാത്ത ഒരു വരമുണ്ടെങ്കിൽ ആ വരമാണ് ഈ ആദിധർമ്മത്തിന്റെ ഈ വരം. എന്താണ്? തൊടുന്നവരെയെല്ലാം ഗുരുവാക്കുന്ന ആ ഒരു മഹാ സന്ദേശം, ഗുരു എന്ന സന്ദേശം, ലോകത്തില് ഏറ്റവും മഹത്തരമാർന്ന സന്ദേശം, സനാതന സന്ദേശം. അപ്പൊ രാമൻ പറയുന്നത് എന്താണ്? ഞാൻ വരുന്നില്ല ഭരത, നീ തന്നെ ഭരിക്കണം, നീ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അനുഗ്രഹിക്കുന്നു. അപ്പോ ഭാരതം പറഞ്ഞു, അല്ലയോ ജ്യേഷ്ഠ, അങ്ങ് കൂടെ ഇല്ലാണ്ട് ഞാൻ പോകില്ല, എനിക്ക് ജ്ഞാനത്തെ അറിവിനെ തരണം, അല്ലാണ്ട് ഞാൻ പോകില്ല എന്ന് പറയാണ് ഗുരുവിനോട് ശിഷ്യൻ പറയുന്നപ്പോൾ. എന്നാൽ ശരി, നീ എന്താ നിനക്ക് വേണ്ട? എനിക്ക് ജ്യേഷ്ഠനെ മെതിയടിയെങ്കിലും വേണം. നമുക്ക് വേണമെങ്കിൽ പറയാം, വിമർശകർക്ക് വേണമെങ്കിൽ പറയാം, ഇതാ കണ്ട രാമന്റെ ചെരുപ്പം വാങ്ങിക്കൊണ്ടുപോയി അയാൾ മുള്ളുകുത്തി എന്നൊക്കെ വിമർശകർക്ക് പറയാം. കാരണം അവർ അങ്ങോട്ടാ നോക്കുന്നേ. നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, മൂഢജന്മങ്ങൾക്ക് ഒരിക്കലും രാമായണ തത്വത്തെ ഗ്രഹിക്കാനാവില്ല. രാമായണ തത്വത്തെ പൂർണ്ണമായി അനുഭവിച്ച് ബോധ്യപ്പെട്ട് എഴുതാൻ ദുർമാർഗത്തിൽ പോയൊരു ബ്രാഹ്മണന് പോലും തപസ്സനുഷ്ഠിക്കേണ്ടി വന്നു രാമമന്ത്രം ജപിച്ചിട്ട്. പിന്നെയാണോ എന്ത് രാമമന്ത്രം? ഇതൊന്നുപോലും അറിയാതെ ആ വഴിക്കൊന്നും സഞ്ചരിക്കാത്ത ആളുകൾക്ക് എന്ത് രാമൻ, എന്ത് ചിന്ത? അപ്പൊ അതുകൊണ്ട് രാമൻ നേരെ മെതിയടി കൊടുക്കുക. എന്താ മെതിയടി കൊടുക്കുന്നേ? ഉപാസനാ പാരമ്പര്യമുള്ള എല്ലാവർക്കും അറിയാം, ഗുരുവിന്റെ പാതുകയാണ്, പൂർണ്ണമായ ദീക്ഷയാണ്. ഇനി അതിനപ്പുറം ഒരു ദീക്ഷയില്ല. ശക്തിപാതമാണ്, ശാംഭവിയ, ഇതിനപ്പുറം ഒരു ദീക്ഷയില്ല. ആ പൂർണ്ണമായ ദീക്ഷയെ ഭരതൻ എന്ന ശിഷ്യന് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അനുജന് നൽകുന്നു. അത് ശിരസിലേറ്റുന്നു.
ശിരസിലേറ്റുന്നു. സാക്ഷാൽ ഗുരുപാദിയെ ശിരസിലേറ്റി ഭരതൻ പൂർണ്ണദീക്ഷിതനായിക്കൊണ്ട് അയോധ്യയിലേക്ക് നടന്നെടുക്കുന്നു. ഒരു സാധകനെ സംബന്ധിച്ച് അയോധ്യയിലേക്ക് നടന്നെടുക്കുന്നു. അവിടുത്തെ സിംഹാസനത്തിൽ ഗുരുപാദുകയെ വെച്ച് താൻ താഴെയിരുന്ന്, ഗുരുപാദുക ശിരസിൽ വെച്ച് താഴെയിരുന്ന് ഭരണം തുടരും. ജ്യേഷ്ഠൻ വരുന്നത് വരെ. ജ്യേഷ്ഠൻ വരുന്നത് എന്താണ്? ഗുരുതത്വം തന്നിൽ പൂർണ്ണമാകുന്നത് വരെ. ഗുരുതത്വം തന്നിൽ പൂർണ്ണമാകുന്നതോടുകൂടി താൻ പൂർണ്ണമായ അധികാരത്തോടുകൂടി രാജ്യഭരണം ശിഷ്യന്മാരും പ്രശിഷ്യന്മാരുമായിട്ട് അവിടെ മുന്നോട്ട് പോകും. അങ്ങനെ ആ ഗുരുതത്വത്തെയും അവിടെ ഉപദേശിക്കും. ഇതൊക്കെയാണെങ്കിലും ഇതെല്ലാം തികഞ്ഞ രാമൻ സീതയെ കാട്ടിലേക്ക് അയച്ച് രാമൻ ആത്മഹത്യ ചെയ്തു എന്ന് പോലും ആളുകൾ പറയും. ഗൂഢജന്മങ്ങൾ. തത്വപരമായി എന്ത് പറയുന്നു? തത്വപരമായിട്ട് എന്താ? എല്ലാം സീതയെന്ന് പറയുന്നത് ഈ പഞ്ചഭൂതാത്മക ശരീരമാണെങ്കിൽ ഇതുപോലും നമ്മൾ ത്യജിച്ചുകൊണ്ട് നമ്മളുടെ പൂർണ്ണമാകുന്ന ആ പരമമായ നമ്മളുടെ ജീവാംശത്തെ നമ്മൾ പരമമായിരിക്കുന്ന തത്വത്തിൽ ലയിപ്പിക്കും ഏതൊരു മനുഷ്യനും. സംസാര സാഗരത്തിലാണ് നമ്മൾ മുങ്ങിപ്പോകുന്നത്. ഈ സംസാരത്തിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ ലയിച്ചു ചേരുന്നു. എന്തിലേക്ക്? കാരണജലത്തിലേക്ക് നമ്മൾ അടുക്കുന്നു. ഇതൊക്കെ ഒരു കവിയുടെ ഭാവനയിൽ ഒരു നദിയിലേക്ക്, നർമ്മദയിലേക്കോ മറ്റോ ഇറങ്ങിപ്പോയതല്ലാണ്ട് പിന്നെ എങ്ങനെ കവി ഭാവന ചെയ്യും? എങ്ങനെ ഭാവന ചെയ്യും? ഇസ്രായേലിലെ ആളുകളുടെ നേരെ നെഞ്ചിലേക്ക് ബോംബൊട്ടിക്കുന്ന പോലെയാണോ? അതാണോ ഭാവന? അതാണോ ഭാവനയാകേണ്ടത്? അതോ ഒരു മനുഷ്യൻ 51 വെട്ട് പീസാക്കുന്ന അങ്ങനെയാണോ ഭാവന ചെയ്യേണ്ടത്? അതാണോ ഭാവന? ആദികാവ്യമായിട്ടും കവിയുമായിട്ടുമായിട്ടാണ് വാത്മീകിയെ ഏതൊരാൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കവി പിന്നെ എങ്ങനെയാണ് പറയേണ്ടത്? എങ്ങനെയാണ് പറയേണ്ടത്? രാമനെ കാണാൻ ഏതൊക്കെയോ ആളുകൾ വന്ന് അവിടെ ചാതുർവർണ്ണ്യർക്കാര് മാത്രമല്ല, അവിടെ ബാല്യകില്യന്മാരും അതുപോലെ തന്നെയുള്ള മറ്റു പല ശ്രമണന്മാരും മറ്റു ദർശകന്മാരും എല്ലാവരും വന്ന് രാമന്റെ അടുത്ത് വന്നു. എല്ലാവരും വന്ന് കണ്ടിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു പറയുമ്പോൾ എല്ലാവരും ഉണ്ടാകും. കാരണം പ്രപഞ്ചത്തിലെ തത്വം ഒന്നാണ്, പരമേശ്വര തത്വമാണ്. അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി അല്ല, മനുഷ്യന്റെ ബോധത്തിൽ, മനസ്സിലേക്ക്, ചിന്തയിലേക്ക് ഒരു ചിന്തയാണോ? യുക്തിവാദിയുടെ മനസ്സിൽ ഒരു യുക്തി ചിന്ത മാത്രമേ വരാറുള്ളൂ. അവന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വരാറില്ലേ? ഭക്ഷണ ചിന്തയില്ലേ? സാമൂഹിക വിഷയങ്ങളില്ലേ? ക്രൂരചിന്തകളില്ലേ? ഒക്കെ ഉണ്ടാകും. മനുഷ്യനാണെങ്കിൽ എല്ലാം ഉണ്ടാകും. മനുഷ്യനല്ലാത്ത വേറെന്തെങ്കിലും വല്ല കല്ലുകൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ നിങ്ങളിലൊന്നും അത് ഉണ്ടായിരിക്കില്ല. അല്ല, മനുഷ്യനാണെങ്കിൽ എല്ലാ തരത്തിലുള്ള വികാരങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് വിവിധങ്ങളായിരിക്കുന്ന ആശയ വ്യത്യാസങ്ങളാണ്. അതെല്ലാം രാമനിരിക്കുന്നിടത്തും വരും. കാരണം ഇതിന് മൂന്നാമതാ മലയാളത്തിൽ സാധാരണ നമ്മളൊക്കെ പറഞ്ഞു വരാം. ഇവിടെ പലതും വരും, പലതും കാണും, പലതും ചിന്തിക്കും. ആത്യന്തികമായി വിചാരം ചെയ്തുകൊണ്ട് നമ്മുടെ ബോധ്യമാണ് എന്താണ് സത്യം എന്നത്. ആനന്ദമാണ്, പരമാനന്ദമാണ്. ആ പരമാനന്ദത്തെ ചിലർ രാമൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ആ രാമന്റെ പൂർണ്ണത പരാശക്തിയോട് ചേരുമ്പോഴാണ്. ജീവശക്തിയും ഈ പ്രപഞ്ചത്തിന്റെ ആത്യന്തിക സത്യവും തത്വവും ചേരുമ്പോഴുള്ള അനുഭൂതി. സൂര്യൻ എന്ന് പറഞ്ഞാൽ കേവലം അതിന്റെ പ്രകാശം മാത്രമല്ല, അതിന് ആകാരമുണ്ട്, ചൂടുണ്ട്, എല്ലാം ചേർന്നതാണ്. ഇതുപോലെ തന്നെയാണ് ഇതെല്ലാം. ഇങ്ങനെയുള്ള രാമായണത്തെ ആ അർത്ഥത്തിലൊന്ന് അറിയാൻ ശ്രമിക്കൂ. ആ അർത്ഥത്തിലൊന്ന് വായിക്കാൻ ശ്രമിക്കൂ നിങ്ങൾ ഓരോരുത്തർ. അതല്ല, അതിലൊരുപാട് പോരായ്മകളുണ്ട്. ഉണ്ടാവട്ടെ, പോരായ്മകൾ ഉണ്ടാകട്ടെ. നമ്മൾ പറഞ്ഞു, അതിന്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു, ഓരോ കാലഘട്ടത്തിന്റെ. പിന്നെ ഒരു കവിയുടെ ഭാവനയാണ്. അല്ല, രാമൻ ഉണ്ടായിക്കോട്ടെ, ഉണ്ടാകുന്നതിന് ആർക്ക വിരോധം? ആ രാമനെ കൊണ്ട് നമുക്ക് ആർക്കും ഇപ്പൊ ഉപദ്രവമൊന്നുമില്ലല്ലോ. അല്ല, രാമൻ ചാതുർവർണ്ണ്യമാണ്. രാമൻ ചാതുർവർണ്ണ്യം കൊണ്ടുപോയിക്കോട്ടെ. ഇന്ന് രാജ്യത്ത് ചാതുർവർണ്ണ്യ നിയമങ്ങളാണോ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയൂ. രാജ്യത്ത് ചാതുർവർണ്ണ്യ നിയമങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനാധിപത്യമൊന്നും ഇല്ല എന്നല്ലേ പറയുന്നേ? ആരുടെ തെറ്റാ? ഈ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ജനങ്ങളുടെ തെറ്റല്ലേ? അതിൽ ഈ വിമർശിക്കുന്നവരും കാരണമല്ലേ?
അതുകൊണ്ട് ആ വഴിക്ക് പോകാതിരിക്കുക. ലോകത്തിനാവശ്യം നന്മയാണ്. മതഗ്രന്ഥങ്ങളിൽ നന്മയെ തേടിയാൽ നന്മയെ കാണാൻ പറ്റും, തിന്മയെ തേടിയാലോ തിന്മ മാത്രമേ കാണുള്ളൂ. കാണുന്ന ഈ കണ്ണിന്റെ കുഴപ്പമാണ്. നമ്മൾ തിരയുന്നത് അത് മാത്രമാണ്. ചോറുണ്ണുന്ന സമയത്ത് നമ്മൾ പണ്ടൊക്കെ റേഷനരിയിൽ ഒരുപാട് മോശം ഉണ്ടായിരുന്നു. ഇപ്പൊ എപ്പോഴെങ്കിലൊക്കെ ഒരു കറുത്തരിയൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ ആ കറുത്തരി തന്നെ തിരഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും? ചിലപ്പോൾ എവിടുന്നെങ്കിലും കിട്ടും. കുറ്റം പറയാനുള്ളതായി. ഇത് പറഞ്ഞ പോലെയാണ് ആത്മീയ ഗ്രന്ഥങ്ങളിൽ നന്മയെ തരും. ഒരുപാട് ആളുകളുടെ ആശ്രയമല്ലേ ദൈവം എന്ന് പറയുന്നത്. ഒരുപാട് സാധുജനങ്ങളുടെ ആശ്രയവും ഒക്കെയാണ്. അവരുടെ വിശ്വാസമല്ലേ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട. വിശ്വാസമുള്ളവർ വിശ്വസിക്കട്ടെ. അവരുടെ അനുഭവമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ കേവലമല്ല. വിത്ത് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവർക്കൊന്നും ഇതിനെക്കുറിച്ച് അവർക്ക് ധാരണ ഇല്ലാണ്ടല്ലോ. അവർക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇത് അംഗീകരിക്കില്ല എന്നുള്ളൂ. എന്തായാലും ശരി, ഇത് ബോധ്യമാണ്, ഭക്തരുടെ ബോധ്യമാണ്. അവരുടെ രാമൻ അവരുടെ ബോധ്യമാണ്, അവരുടെ കൃഷ്ണൻ അവരുടെ ബോധ്യമാണ്, അവരുടെ ചാത്തൻ അവരുടെ ബോധ്യമാണ്, അവരുടെ കാളി അവരുടെ ബോധ്യമാണ്, അവരുടെ അള്ളയുടെ ബോധ്യമാണ്, അവരുടെ യഹോവയുടെ ബോധ്യമാണ്, കർത്താവയുടെ ബോധ്യമാണ്. അവരുടെയൊക്കെ ബോധ്യങ്ങളാണ്. എല്ലാവർക്കും ഒന്നിന്റെ ബോധ്യപ്പെട്ടോളന്നില്ല. പലർക്കും പല രീതിയിലാണ്. എല്ലാവർക്കും മമ്മൂട്ടീനെ തന്നെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ചിലർക്ക് മോഹൻലാലിനെ ഇഷ്ടം, ചിലർക്ക് ദുൽഖറിനെ ആയിരിക്കാം, ചിലർക്ക് അവരൊക്കെ വേറെ ആരൊക്കെ ധ്യാനിനിയും ഒക്കെ ആയിരിക്കും. അങ്ങനെ പലതും പലർക്കായിരിക്കും. ഇതൊന്നുമില്ല, അന്യഭാഷയിലെ ആളുകളെയും ചിലർക്ക് ഇഷ്ടമുണ്ടായിരിക്കും, ഇവിടെ ഒന്നും ഇഷ്ടമുണ്ടാവില്ല. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. ഭക്ഷണമായാലും ദൈവങ്ങളാണല്ലോ ഒക്കെ അങ്ങനെ തന്നെയാണ്. ആ ഒരു ധാരണ, കോമൺ സെൻസ് എന്ന് പറയുന്നത് ഇതാണ് ഉണ്ടാകേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞത് അല്ലാണ്ട് മറ്റു രീതിയിലും പറയാമല്ലോ. അതുകൊണ്ട് എന്ത് ഗുണം നമുക്കുണ്ടാകുന്നേ? നമുക്കിപ്പോൾ വേണമെങ്കിൽ രാമനെ ഇങ്ങോട്ട് വളരെ മോശമായിട്ട് പറയായിരുന്നു. അതുകൊണ്ട് എന്തു ഗുണം നമുക്കുണ്ടാകുന്നേ? കുറെ ആൾക്കാരെ ഇങ്ങോട്ട് വേദനിപ്പിച്ചു, എന്നിട്ട് അവരിങ്ങോട്ട് കടന്ന് മാനസികമായിട്ട് അയ്യോ ഞങ്ങളുടെ രാമനത് പറഞ്ഞല്ലോ, ആദ്യത്തെ കണ്ണിന്ന് വെള്ളം പൊടിച്ച സാധാരണ മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ വിട്ടോളൂ. നേതാക്കന്മാരെയും സംഘടനകളെയും അവരുടെ താല്പര്യങ്ങളെയും രാഷ്ട്രീയത്തെയൊക്കെ വിട്ടോളൂ, അവരെയൊക്കെ വിട്ടോളൂ. പക്ഷെ ഇതിൽ മാനസികമായി വേദനിക്കുന്ന കുറെ സാധുക്കൾ ഉണ്ടെന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് കരുണയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ആളുകൾക്ക് കരുണ എന്താ എന്ന് മനസ്സിലാവും. എന്താണ് കരുണ? കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതല്ല. മറ്റൊരുത്തനെ വേദനിപ്പിക്കുന്നു എങ്കിൽ അവിടെ കരുണ, നിങ്ങളുടെ കരുണ നഷ്ടപ്പെടുന്നു. ഹിംസാത്മകമായിരിക്കുന്ന സനാതനധർമ്മം ഹിംസയാണ് എന്ന് പറയുമ്പോൾ ഒന്നും അറിയാത്ത സാധുക്കളെ നിങ്ങൾ ഈ പറഞ്ഞ് വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതിന്റെ പേര് എന്താണാ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അത് ഹിംസയല്ലേ? അത് ഹിംസയാണ്. ഒന്നിനെ കഴുത്തറുത്ത് കൊന്നു കഴിഞ്ഞാൽ അപ്പം തീർന്നു അതിന്റെ വേദന. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഈ കൊല്ലാതെ കൊല്ലുന്ന ഈ നീറ്റലുണ്ടല്ലോ, അത് വലിയ വേദനയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലാണ്. നിങ്ങൾ ഇതിന്റെ ഭാഗത്തിൽ ഇവിടെ ഈ വഴിക്ക് വരാത്ത ആളുകളാണ്. പക്ഷെ മറിച്ച് ഇതിനെ പരമമായി കാണുന്ന ആളുകൾ സാധുക്കൾ. അതുകൊണ്ടാണ് മറ്റുള്ളവരേക്ക് വിട്ടോളൂ. ഈ സാധുക്കൾക്കുണ്ടാകുന്ന നീറ്റല്, വേദന, അതൊരു വേദന തന്നെയാണ്. സാധാരണ നോർമലായി പറയുകയാണെങ്കിൽ ദേവാസുരം സിനിമയിൽ ഈ മംഗലശ്ശേരി നീലകണ്ഠൻ പറയുന്നുണ്ട് ഏതൊരു ആളുടെ മകനാണെന്ന് കൊണ്ടത് അല്ല എന്ന് പറയുമ്പോൾ ഒരു വേദന അയാൾക്ക് ഉണ്ടാവില്ല. ഇത് പറഞ്ഞ പോലെയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ സിനിമയിലെ ക്യാരക്ടർ നമുക്ക് ഇത് അങ്ങനെയല്ല. ഇവരുടെ ബോധ്യമല്ലേ, ഇവരുടെ ബോധ്യത്തിൽ എന്തിനു വെറുതെ. അതുകൊണ്ട് നിങ്ങൾ നിരന്തരം അഹിംസയെക്കുറിച്ചും അല്ലെങ്കിൽ ഹിംസയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കുറ്റമാണ്. കരുണയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കരുണയുണ്ടോ എന്ന് സ്വയം വിചാരം ചെയ്യുക. ആ കരുണയുണ്ടെങ്കിൽ, നന്മയുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കുക. നമ്മളുടെ അറിവിനെ, പാണ്ഡിത്യത്തിനെ മറ്റു പലതിനും ഉപയോഗിക്കുക. ഒരുപാട് നന്മയില്ല. സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമല്ല, ആരും ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമല്ല. ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് രാമനെ മോശപ്പെടുത്തിക്കൊണ്ട് പറയാം. അതുകൊണ്ട് നമുക്കൊരു ഗുണവുമില്ല എന്ന് മാത്രമല്ല, ഒരുപാട് ഹൃദയങ്ങൾ വെമ്പുന്നത് വിതുമ്പുന്നത് നമ്മൾ തന്നെ കാണേണ്ടി വരും. അത് നമുക്കൊരു ശാപമാകും. ശാപമാകും എന്ന് പറഞ്ഞാൽ തലക്കിടിക്കുക അങ്ങനെയുള്ളതൊന്നുമല്ല. നമുക്ക് തന്നെ മാനസിക വിഷമം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന എന്താണ്? അതിലെ നന്മയെ ആ നന്മയെ എടുത്തുകൊണ്ട് നമ്മൾ അവർക്ക് കൊടുത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഉപ്പുവെള്ളം മാത്രമേ കുടിക്കാനുള്ളൂ വെച്ചാൽ അതൊന്ന് ഫിൽറ്റർ ചെയ്ത് കൊടുക്കാൻ പിടിച്ചാൽ അതാടോ കഴിവ്. അല്ലാണ്ട് ഉപ്പുവെള്ളം കുടിച്ചോളോ, നിങ്ങൾ ഉപ്പുവെള്ളമാണോ എന്നിട്ട് ഓരെങ്ങനെ കളിയാക്കുക, അല്ലാതെ അല്ല കഴിവ്. അതിനെ ഒന്ന് നല്ല രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് അവന് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ, ചെളിവെള്ളമാണെങ്കിൽ കുടിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കാൻ നമുക്ക് പറ്റുമ്പോഴേ ഉള്ളൂ നമ്മളൊക്കെ മനുഷ്യരാകുന്നു. അല്ലാണ്ട് എത്ര പണ്ഡിതനായിട്ടും നമ്മളാരും കാര്യമില്ല. നമ്മളുടെ നന്മ നമ്മൾ കാണിക്കേണ്ടത് ആ വിധത്തിലായിരിക്കണം.
അത് ഏത് മതഗ്രന്ഥനും ഖുർആനാവട്ടെ, ഇതന്നെ നമ്മളുടെ ആശയം, ഇതന്നെ നമ്മുടെ ആശയം. അതിലെ പോരായ്മ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ബൈബിളാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ടാവും, എല്ലാ മതഗ്രന്ഥത്തിലും ഉണ്ടാവും. എല്ലാതും നല്ലൊരു പായസം വെച്ച് അതിലൊക്കെ ഒരു തുള്ളി മണ്ണെണ്ണ ഒഴിച്ചു വെച്ചിട്ട് തന്നെ എല്ലാവരും പോയിരിക്കണേ. എല്ലാവരും തുള്ളി മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പായസം വലിയ പായസം ഒന്നും ആരും പറയരുത്. ആക്ഷേപിക്കുകയാണെങ്കിൽ നിരന്തരം എല്ലാത്തിനും അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാത്തിനും ആക്ഷേപിക്കാനുള്ളൂ. അതല്ല വേണ്ടത് എന്നാ പറഞ്ഞത്, അതല്ല വേണ്ടത്. അതിൽ എന്താണ് മാനവ നന്മയുള്ളത്, അതിനെ ലോകത്തിന് കൊടുക്കാൻ ഉപയോഗിക്കണം. അല്ലാണ്ട് ഹിക്മത്ത് ഇലാഹി പറഞ്ഞിട്ട് ലോകം മുഴുവൻ ഈ പറയുന്ന പോലെ താലിബാനിസ്റ്റുകളെ കൊണ്ട് നിറയ്ക്കണമെന്ന് പറയുന്ന ആ ഭീകര ചിന്തയുള്ള ആളുകളുടെ ആ ധാരണയെ ശരിയാകും വിധം, അവർക്ക് വളം വെക്കും വിധം സാമാന്യ ബോധമുള്ളവൻ പോകാൻ പാടില്ല. പ്രത്യേകിച്ച് പീഡിപ്പിക്കപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് ഒരാൾ പോകാനേ പാടില്ല. അവഗണിക്കപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് ഒരാൾ പോകാനേ പാടില്ല. വിശ്വാസം ഉണ്ടാകാതിരിക്കുകയും ചെയ്യട്ടെ. വേദന എന്തെന്ന് അറിയുന്നവന് വേദനിക്കപ്പെടുന്നവന്റെ വേദനയ്ക്ക് ഒപ്പം നിന്നുകൊണ്ട് അവന്റെ വേദന ഇല്ലാക്കാൻ ശ്രമിക്കാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ അവൻ എന്ത് മനുഷ്യൻ? അവൻ അറിയില്ലേ വേദന എന്താ? പിന്നെന്തിനാ മറ്റുള്ളവനെ വേദനിപ്പിക്കുന്നത്? അല്ല, അവര് ഞങ്ങളെ പണ്ട് വേദനിപ്പിച്ചു. ആര് വേദനിപ്പിച്ചു? ഇനി വേദനിപ്പിച്ചു, അവര് നമ്മളെ വേദനിപ്പിച്ചു. തിരിച്ച് വേദനിപ്പിച്ചത് കൊണ്ട് നമ്മളുടെ വേദന ഇല്ലാണ്ടാകൂ? അതാണോ മര്യാദ? അതാണോ അറിവ്? അല്ല. നാം വേദനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നത് നമ്മൾ സഹിക്കണം. അല്ല, ഇതിന്റെ മര്യാദയുണ്ട്. നമുക്ക് ആരാണോ നമുക്ക് അവരോട് യുദ്ധം ചെയ്യാം. കുതിരപ്പുറത്തിരിക്കുന്നവൻ കുതിരപ്പുറത്തിനോട് യുദ്ധം ചെയ്യാം. അതുകൊണ്ടാ പറഞ്ഞു ഇതിനെയൊക്കെ വേറെ ഇതിലും വ്യാഖ്യാനിക്കാം. പക്ഷെ അതല്ല വേണ്ടത്. നന്മയെ നമുക്ക് എടുക്കാം, നന്മയെ എടുത്തുകൊണ്ട് അങ്ങനെ പറയാം. അപ്പൊ അത് കേൾക്കുന്നവർക്കൊരു ആനന്ദം, നമുക്കൊട്ടും നഷ്ടമില്ല. എന്താണ്? നമ്മളുടെ വിയോജിപ്പുകൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. രാമായണത്തിന്റെ ആയാലും മറ്റുള്ളതിൻ്റെ ഒക്കെ വിയോജിപ്പ് നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മുടേതല്ല, ഇത്ര ചിന്തയുള്ളവരുടെ മനസ്സിൽ. അത് നമ്മളിലുണ്ടായാൽ പോരെ. എന്തിനാ മറ്റവന്റെ മുഖത്തേക്ക് ഛർദ്ദിച്ച് അവനെ കൂടി അങ്ങനെ ആക്കുന്നേ? നമ്മുടെ ഉള്ളിലോ ദഹനിക്കാണ്ട് കിടക്കുന്ന സാധനം അതങ്ങനെ ഛർദ്ദിച്ച് മറ്റവന്റെ മുഖത്തേക്ക് ആക്കിയിട്ട് എന്ത് നേട്ടം? അതല്ല വേണ്ടത്. ഇതിന്റെ ഇടയിൽ ചില ആളുകളുണ്ട്, ഇതൊക്കെ നടക്കുന്ന സമയത്ത് ശരി ഞങ്ങൾ അവിടെയില്ല ഇവിടെയില്ല, അവിടുന്ന് വിട്ട് ഇവിടുന്ന് ഇല്ലത്തുനിന്ന് വിട്ട് കൊല്ലത്തുനിന്ന് വിട്ട് എങ്ങോട്ട് എത്തിയിട്ടില്ല, എന്താ ശരിയാ? ശരി, നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്നിടത്ത് ഇതിനൊക്കെ കുറച്ച് ഉപ്പും മുളകൊക്കെ ചേർത്തിട്ട് നമുക്ക് അങ്ങനെ കഴിഞ്ഞു പോകാം. ഇങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. എക്സും വൈയും സെഡും ഒക്കെ ആയിട്ട് പേരൊക്കെ മതത്തിന്റെയൊക്കെ പേരിന്റെ ഒപ്പം അങ്ങനെയൊക്കെ ഇട്ട് നടക്കുന്ന കുറേ ആളുകൾ. അപ്പൊ അത്തരം ആളുകളുടെയും പ്രശ്നം എന്താണ്? അത്തരം ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് ഒന്നും സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, അവർക്ക് നിക്കക്കളിയില്ല. അപ്പൊ എന്താണ്? അവര് വിട്ടതിനെ കുറ്റം പറയണം. അത് ഏതൊരാളാണ്. ഇവിടുന്ന് വിട്ടാൽ അവിടെ പോയി ഇതിനെ കുറ്റം പറയുക, അവിടെ പോയി അവിടെയും പോകണ്ട, അവിടെ മാറിയിക്കുക ചെയ്യുക. ഒരു മതമൊന്നും ഉണ്ടാവില്ല. രാമനും ഇല്ല, അള്ളില്ല, യഹോവയില്ല, ക്രിസ്തു ഇല്ല, ആരും ഇല്ല. എന്നിട്ട് എന്ത് ചെയ്യുക? അവന്റെ നിക്കക്കള്ളിക്ക് വേണ്ടി പറയുമ്പോൾ നമ്മൾ അതിന്റെ പിന്നാലെ പോവുക. ഒന്നറിഞ്ഞോളൂ, എല്ലാ മതസ്ഥരോടുമായിട്ടാണ് പറയുന്നത്. ഈശ്വരീയമായ വിശ്വാസങ്ങൾ ലോകത്ത് വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർ നേരിട്ട് മതവിശ്വാസികളെ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അവർ കണ്ടിരിക്കുന്ന ഒരു മാർഗം മതങ്ങൾക്കിടയിൽ പരസ്പര മതവിദ്വേഷം ഉണ്ടാക്കുകയും പുതിയ തലമുറയ്ക്ക് ഈശ്വരൻ, മതം, ദൈവീകത, ആചാര അനുഷ്ഠാന പദ്ധതികൾ എന്ന് ഏതിൻ്റെ അവിടെ കേൾക്കണ സമയത്ത് ഒരു വെറുപ്പുണ്ടാകണം. ഇത് ദൈവമെന്നും മതമെന്നും പറഞ്ഞാൽ എന്ന് ഈ തമ്മിത്തല്ലും പോരും കുത്തും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇത് വേണ്ട എന്ന് ചിന്തിക്കുന്ന പുതിയ തലമുറയെ വാർത്തെടുക്കണം. അങ്ങനെ വാർത്തെടുത്തു കഴിഞ്ഞാൽ കുത്തഴിഞ്ഞ ജീവിതമുള്ളൊരു സമൂഹം ഉണ്ടാകും. അവർക്ക് ഭയക്കാനൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സമൂഹത്തിലൂടെ നമുക്ക് ജീവിക്കാം എന്നു കരുതുന്നൊരു പദ്ധതി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് എല്ലാ മതങ്ങളോടായിട്ടാണ് പറയും. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവർ എവിടെയെങ്കിലും ചേർന്ന് എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കും. എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അവിടെ പ്രശ്നം അവർ ആരംഭിക്കും. അവരിങ്ങോട്ട് വലിയും. ആ പ്രശ്നം തുടങ്ങും, ഇവർ മാറി നിൽക്കും. പിന്നീട് മറ്റവർ തമ്മിലുള്ള പ്രശ്നമായി, ഇടിയും കുത്തുമായി, അങ്ങനെ നടക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പടക്ക കമ്പനികൾ ഉണ്ടെങ്കിൽ ഈ പടക്ക കമ്പനികളിലൊക്കെ പടക്കം ഉണ്ടാക്കുന്ന എന്നും മനുഷ്യന്മാർ പടക്കം പൊട്ടിക്കാം ആവില്ലല്ലോ. എപ്പോഴെങ്കിലും വിശേഷത്തിന് മാത്രമല്ല, ഇലക്ഷൻ വരുമ്പോഴോ, ഓണം വരുമ്പോൾ, വിഷു വരുമ്പോൾ, ബക്രീദ് വരുമ്പോൾ, ന്യൂ ഇയർ വരുമ്പോൾ, ക്രിസ്മസ്, ഇങ്ങനെയൊക്കെയല്ലേ പടക്കം സാധാരണ എല്ലാ നാട്ടിലും പൊട്ടിക്കാറ്. ഈ ഓണവും വിഷുവിനൊന്നും ആഘോഷമില്ലാന്ന് എഴുതി കഴിഞ്ഞപ്പോൾ എന്താ പിന്നെ ചെയ്യാം? ഇനി അഥവാ ഒരു ഇലക്ഷന് വേണ്ടി കൊടുക്കുന്ന അയാൾ തോറ്റു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? അവിടെ ഇപ്പൊ ഇവിടെ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വേറെ എവിടെ വരുന്ന നേതാക്കന്മാർ ജയിച്ചാൽ അപ്പൊ പൊട്ടിക്കും. ഇത് പറഞ്ഞ പോലെ
ഇവിടെ കുറെ വിഭാഗങ്ങൾ, കുത്തകക്കാര് ഒരുപാട് മാരകമായ ആയുധങ്ങളും ആണവായുധങ്ങളും മറ്റും പല ടൈപ്പ് വെപ്പൺസ് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുക. അതൊന്നും എടുത്ത് പൊട്ടിക്കണമെങ്കിൽ ആരെങ്കിലും വാങ്ങി പൊട്ടിക്കണം. നമ്മൾ ആരെങ്കിലും പൊട്ടിക്കുമോ? ഇല്ല. ഇത് പൊട്ടിക്കണമെങ്കിൽ എന്ത് വേണം? ഒരുത്തരും മറ്റൊന്നിനോട് ശത്രുത വേണം. അതൊരു വ്യക്തിയാവാം, ഒരു സമൂഹമാവാം, രാജ്യമാവാം, ആരുമാകാം. ഇതായി കഴിഞ്ഞാൽ നേരെ വെപ്പൺസ് ആവശ്യപ്പെടും. അപ്പൊ ഇവന് പറ്റ എല്ലാ സാധനവും വിൽക്കാം, അത് വാങ്ങാം, പരസ്പരം മനുഷ്യർ തമ്മിൽ അങ്ങോട്ട് വെടിവെട്ടി ചത്തോളും. ഇവന് ലാഭം, ഇവനൊരു നഷ്ടവും ഇല്ല. ഇവൻ നോക്കി കാണുന്നവൻ, ഇവന് മതമില്ല, മതമില്ലായ്മയില്ല. നമ്മൾ കണ്ടതാണ് നമ്മുടെ രാജ്യത്ത്. നെയ്തികളും കുക്കികളും ഒക്കെ തമ്മിൽ പരസ്പരം സഹോദരങ്ങൾ തന്നെയാണ്. മതം മാറിപ്പോയിട്ട് വെടിവെച്ച് ഇവർക്കൊക്കെ എവിടുന്ന് വെപ്പൺ കിട്ടി? എവിടുന്ന് അവർക്ക് ആയുധം കിട്ടിയത്? നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. മണിപ്പൂരിലെ കലാപം, അതുപോലെ തന്നെ ഹമാസ് ഇസ്രായേലായാലും എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? രാഷ്ട്രത്തിൽ നിന്ന് കാശ്മീരിൽ നടക്കുന്ന, ഇപ്പൊ കുറച്ച് ശാന്താണെന്ന് തോന്നുന്നു, ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ള വിശേഷങ്ങൾ അവരെ കയ്യിൽ ഇവിടുന്ന ഇത് വരുന്നത്. അപ്പൊ ഇത് കൃത്യമായി മതങ്ങളോട് വിദ്വേഷം ഉണ്ടായിക്കൊണ്ട് മതം എന്ന ആശയം വേണ്ട, ദൈവം എന്ന ആശയം വേണ്ടാണ്ട് അവിടെ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസൽമാനോ ഒരാളാണെന്ന് കരുതേണ്ട എല്ലാ മതങ്ങളെയും ബാധിക്കുന്നതാണ്. അതില്ലാണ്ടാകണമെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഇതോടൊക്കെ വെറുപ്പ് വരണം. വെറുപ്പ് വരണമെങ്കിൽ ഇവിടെ എന്നും മതത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഈ ഒരു ഉദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന മതമില്ലാത്ത കുറച്ചവന്മാരുണ്ടേ എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുക. അതുണ്ടായാൽ തന്നെ സാധാരണ ഭക്തർക്ക് ബോധം വരും. നിലകളിലും ഇവിടെ മാപ്പിളയും ക്രിസ്ത്യാനിയും ഈ ഹിന്ദുവും ജന്തുവും ഒക്കെ ഉണ്ടല്ലോ, ഇല്ലേ? എന്നിട്ട് സമാധാനമായിട്ടല്ലേ ജീവിച്ചേ? ഏതെങ്കിലും കുറച്ച് കൊള്ളരുതത്വന്മാരുണ്ടെങ്കിലും ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഇന്നോ അതൊക്കെ പിടുത്തം വിട്ടു, കയ്യിൽ നിന്ന് പോയി. എന്താ കാരണം? ചിന്തിക്കും. മതമുള്ളതായിരുന്നില്ല പ്രശ്നം. മതേതരത്വം എന്ന് പറയുന്ന പോലെ ഉണ്ടായിരുന്നില്ല. അപ്പൊ വല്ലാത്തൊരു മതേതരത്വം, മതമില്ലായ്മയും എക്സും വൈയും സെന്റും ആൾക്കാരൊക്കെ വർദ്ധിച്ചപ്പോ ഇവിടെ മതങ്ങളുടെ സംഘർഷ വിഷയങ്ങൾ കൂടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പുറകിൽ ആരാണെന്ന് സ്വയം ചിന്തിക്കുക. അവർക്ക് മതമില്ല. മതത്തിന്റെ വിഷയത്തിന് വിത്തിടുന്ന ആർക്കും മതം ഉണ്ടാകില്ല. ഏതെങ്കിലും ആളുകൾ അതിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അവർ വേറെ ഇപ്പൊ മൗദൂദി താല്പര്യമുള്ള ആളുകളെ പോലെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സംഭാഷണം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എല്ലാവരും വിചാരം ചെയ്യാം. നമ്മുടെ ഈ രാജ്യം സമാധാനത്തിന്റെ രാജ്യമായിരിക്കണം. സമാധാനം നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ നാനാത്വത്തിൽ ഏകത്വത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരിക്കണം. ആ അർത്ഥത്തിൽ ആനന്ദത്തിന്റെ, പരമാനന്ദത്തിന്റെ, ഏത് മതവിശ്വാസിയാണെങ്കിലും അവൻ മറ്റുള്ളവനെ ഉപദ്രവിക്കാതെ ആക്ഷേപിക്കാതെ അവനവന്റെ ദർശനത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ രാജ്യം സമാധാനമായിക്കൊണ്ട് എല്ലാവരും ആനന്ദത്തിൽ വർത്തിക്കുന്ന ആ ഒരു ആനന്ദത്തിന്റെ രാജ്യം, ആ രാജ്യത്തെ ആയിരിക്കാം മഹാത്മാ ഗാന്ധി രാമരാജ്യം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ആ രാമരാജ്യം ഇവിടെ ഉണ്ടാകണം. അല്ലാതെ ഏതെങ്കിലും ഒരു ക്ഷത്രിയ രാജാവോ ബ്രാഹ്മണ രാജാവോ ശൂദ്ര രാജാവോ ദളിത് രാജാവോ മാപ്പിള രാജാവോ അങ്ങനെയുള്ളവരുടെ രാജ്യമല്ല. ആനന്ദത്തിന്റെ, വിശുദ്ധിയുടെ, സംരക്ഷണങ്ങളുടെ, തുല്യനീതിയുടെ ഒക്കെ പരമമായ, മതമുള്ളവനും മതമില്ലാത്തവനും സ്ത്രീക്കും പുരുഷനും എല്ലാവർക്കും തുല്യത നൽകുന്ന, ആനന്ദത്തിൽ നൽകുന്ന ആനന്ദത്തിന്റെ ആ ഒരു രാമരാജ്യം, ആ ഒരു പരിപൂർണമായ ആ രാജ്യം ഉണ്ടാകുന്ന ആ രാമസന്ദേശം ലോകം മുഴുവൻ വ്യാപിക്കട്ടെ. ആ തരത്തിലൊരു രാമസന്ദേശം ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ചെറിയൊരു പ്രഭാഷണം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആരെയും വേദനിപ്പിക്കണം എന്ന ഉദ്ദേശത്തിൽ ഒന്നും പറയാൻ ശ്രമിച്ചിട്ടില്ല. ഇനി ആർക്കെങ്കിലും വേദനയായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അധാർമികമായി സാധുക്കളെ ദുഃഖിപ്പിക്കുന്നവർക്ക് മാത്രമായിരിക്കും അത് അവരനുഭവിക്കട്ടെ. ആ തരത്തിൽ ആ ഒരു വിഷയത്തിൽ നമ്മൾ ഒരിക്കലും പശ്ചാത്തപിക്കുന്നില്ല, പശ്ചാത്തപിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം അവരെ, അത്തരമുള്ള ആളുകളെ ലോകത്തിൽ ഒരു ഗുണവും ഉണ്ടാക്കുന്നില്ല. അവർ ദോഷം മാത്രമാണ് ഉണ്ടാക്കുന്നത്. അവരിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാം. അവരും ജീവിച്ചു പോട്ടെ, അതും പ്രകൃതിയുടെ സന്താനങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്തുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഓം കർമ്മമാണു സാധന, ധർമ്മമാണു ജീവിതം,
കർമ്മത്തെ വരിച്ചുകൊണ്ടു ധർമ്മത്തെ നയിക്കുക. കർമ്മയോഗിയാണു നാം, ധർമ്മയോഗിയാണു നാം, കർമ്മയോഗിയാണു നാം, ധർമ്മയോഗിയാണു നാം. ധർമ്മരക്ഷ ചെയ്തിടുവാൻ കർമ്മമാർഗമേറ്റിടാം. ഭീതിയേതുമില്ലതിൽ വീരചിന്തയുണ്ടതിൽ, ഭീതിയേതുമില്ലതിൽ വീരചിന്തയുണ്ടിതിൽ. ലോകരക്ഷ ചെയ്തിടുന്ന സത്യമാർഗമാണിത്, ലോകരക്ഷ ചെയ്തിടുന്ന ആദിമാർഗമാണിത്. സർവത്ര ആദിമാർഗിതൻ നാമസങ്കീർത്തനം. ഓം ഹരൈം നമ. ചണ്ഡാളരൂപായ കുലഗുരു ശ്രീപാദുകാം പൂജയാമി. ഓം നമ ജീവായ. അപ്പൊ ഏവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനവും കരുനീലിയമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാന മക്കളും അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷത്ത് നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ. ഓം ഹരേ നമ. ചണ്ഡാള രൂപായ കുലഗുരു ശ്രീപാദുകാം പൂജയാമി. ചണ്ഡാളോഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.